ഏറ്റവും ആദരണീയനായ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം PKSൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഏറ്റവും ബഹുമാന്യനായ K. സോമപ്രസാദ് ഉൾപ്പെടെയുള്ള ജനനേതാക്കന്മാരെ, ഈ സെമിനാറിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ സഖാക്കളെ, നാട്ടുകാരെ, മറ്റ് പ്രിയമുള്ളവരെ, ഇന്നത്തെ വിഷയം നവോത്ഥാന മുന്നേറ്റത്തിൽ പെരിനാട് കല്ലമാല സമരത്തിൻ്റെ പങ്ക് എന്നതാണ് വിഷയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ആതിഥേയമരുളുന്നത്. 95-ന് ശേഷം CPIM നേടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ആകത്തുകയായി ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള എത്രയോ പ്രക്ഷോഭങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി ഇന്ന് ഈ നാൾ വരെയുള്ള പ്രവർത്തനങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച എന്ന രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനുശേഷം കേരളത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലോകത്തിലാദ്യമായി വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ബാലറ്റിലുള്ള അധികാരത്തിൽ നിന്ന ഗവൺമെൻറ് അടക്കം ഏറ്റവും ഒടുവിൽ നടത്തിയിട്ടുള്ള വിവിധ സാമൂഹ്യ പരിഷ്കാരങ്ങൾ അതെല്ലാം വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, തൃശ്ശൂർ സമ്മേളനം 56-ൽ ചേരുമ്പോൾ ആ സമ്മേളനം എടുത്ത തീരുമാനമാണ് 57-ൽ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടി. അന്ന് നമ്മളുടെ നയരേഖ, അന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനം എടുത്ത നയരേഖയാണ് പാർട്ടി ഭരണഘടനയായി, പാർട്ടി പ്രകടനപത്രികയായി ഇറക്കി ഒരു വലിയ വിജയം നേടി, ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. പിന്നീട് നാളിത് വരെയുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ ഒരുപക്ഷെ നവോത്ഥാന കാലഘട്ടത്തിൻ്റെ ശേഷിപ്പുകളായി ഇന്ന് ഈ കാലഘട്ടം വരെ നടക്കുന്ന എത്രയോ പ്രവർത്തനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാം, 95 സെമിനാറുകളാണ് നമ്മളെ പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ആ സെമിനാറുകളിലാകെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നവയുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു ചരിത്ര സെമിനാർ ഇവിടെ നടക്കുകയാണ്. 116 വർഷം മുമ്പ് ഒരുപക്ഷെ ഈ പെരിനാടിൻ്റെ സമീപ പ്രദേശങ്ങൾ, നമ്മളിരിക്കുന്ന ഈ പെരിനാടിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് 915 ഒക്ടോബർ മാസം 24-ാം തീയതി തുലാമെട്ട് എന്ന് പറയുന്ന ദിവസമാണ് വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനും മാറുമറയ്ക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ധീരോദാത്തമായ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ശ്രീ ഗോപാലദാസൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അതെല്ലാം ഞാൻ വിശദീകരിക്കല്ല. ആ പ്രക്ഷോഭങ്ങളുടെ ഒടുവിൽ അന്ന് നടന്ന പുലയ സഭയ്ക്കു നേരെ നടന്ന ആക്രമണം, അതിനുശേഷം നടന്ന ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ തന്നെ ആയി വന്നിട്ടുള്ള സംഭവങ്ങൾ. ആഴ്ചകൾക്ക് ശേഷം കൊല്ലത്ത് അന്നത്തെ സർക്കസ് കൂടാരത്തിൽ പീരങ്കി മൈതാനിയിൽ കണ്ണൂരുകാരിയായിട്ടുള്ള ഒരു സർക്കസ് നടത്തുന്ന സർക്കസ് കമ്പനിയുടെ കൂടാരത്തിൽ ചേർന്ന ഒരു മഹാസമ്മേളനമുണ്ട്. ആ മഹാസമ്മേളനത്തിൽ വെച്ചാണ് സ്ത്രീകൾ എവിടെയും അടിച്ചേൽപ്പിക്കപ്പെട്ടതോ അതല്ലെങ്കിൽ അവരിൽ വന്നു ചേർന്നിട്ടുള്ളതോ ആയിട്ടുള്ള കല്ലയും മാലയും, നമുക്കറിയാം പളുങ്കും അതുപോലെ തന്നെ കല്ലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറയ്ക്കുക എന്നുള്ള ഒരു അലിഖിത നിയമം, ആ അലിഖിത നിയമത്തിനെതിരായി നടത്തിയിട്ടുള്ള നിരന്തര പ്രക്ഷോഭങ്ങളും പോരാട്ടവും, അതിൻ്റെ ഒടുവിൽ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ അധ്യക്ഷതയിൽ കൊല്ലത്ത് ചേർന്ന സമ്മേളനത്തിൽ മഹാനായ ശ്രീ അയ്യങ്കാളി അടക്കം പേഷ്കാർ രാമറാവു അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടന്ന ചരിത്ര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കല്ലയും മാലയും പൊട്ടിച്ചെറിച്ച് റൗക്ക ധരിക്കാൻ വേണ്ടിയിട്ട് ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനമെടുത്തത്. ഈ നടന്ന സ്ഥലം നമ്മൾ തൊട്ടപ്പുറത്ത് ഇന്ന് നമുക്കറിയാം കാപ്പെക്സിൻ്റെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന പാലവിള പുരയിടമാണ് ഇതിനാസ്പദമായി നടന്ന സംഭവം. ഇവിടെ ഒരു 100-300 മീറ്റർ അപ്പുറത്ത് മാത്രമാണ്.
പക്ഷേ ചരിത്രത്തിന് താളുകളിൽ വേണ്ട നിലയിലുള്ള പരിഗണന തേടിയിട്ടുണ്ടോ എത്തിയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇന്നും നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു പഠനഭാഗമായിട്ടോ അതല്ലെങ്കിൽ നാടിന് അഭികാമ്യമായ രൂപത്തിലേക്ക് ആ നവോത്ഥാന കാലഘട്ടത്തിലെ ആ പ്രക്ഷോഭം വന്നുവോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു മതിയായ സ്മാരകം പോലും നമുക്ക് ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ബഹുമാന്യനായ മന്ത്രിയുടെ എല്ലാം സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഭാവി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ആ വിഷയങ്ങളെല്ലാം കൂടുതൽ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ഷണിച്ച എല്ലാവരും വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കല്ലമാല പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നവോത്ഥാന മുന്നേറ്റത്തിൽ പെരിനാട് കല്ലമാല സമരത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സെമിനാർ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മ സഹോദരനെയാണ് പ്രിയപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ച് ഈ സെമിനാറിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡേറ്റ് വാങ്ങി തന്നിട്ടുള്ളത്. ഒരു ചരിത്ര സമരമാകുമ്പോൾ തീർച്ചയായിട്ടും മന്ത്രിയുടെ സാന്നിധ്യം ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ പ്രിയങ്കരനായ പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി, പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി, ഏറ്റവും ബഹുമാന്യനായ ശ്രീ OR കേളു അവരുകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേയറ്റം ഹൃദയവായ്പോടുകൂടി സ്നേഹവായ്പോടുകൂടി സ്വാഗതം ചെയ്തതായി അറിയിക്കുകയാണ്. കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി മുൻകൈയെടുത്താണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഒരുപക്ഷെ കർഷക തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിൽ ഇന്ന് ഈ പ്രശ്നം, ഈ ചരിത്ര ഭാഗങ്ങൾ നന്നായി സ്പർശിക്കാൻ കഴിയുന്ന, ഒരു പക്ഷേ ഈ വിഷയം മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചടക്കം നന്നായി പ്രഭാഷണം നടത്താൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇതിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് N. രതീന്ദ്രൻ. വളരെ നേരത്തെ തന്നെ എത്തുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേറ്റം ആത്മാർത്ഥമായി ഇതിൻ്റെ മോഡറേറ്റർ കൂടിയായിട്ടുള്ള സഖാവ് N. രതീന്ദ്രനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേറ്റം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ജില്ലയിലും കേരളത്തിലും ഒരുപക്ഷെ ദളിത് വിഭാഗത്തിന് ഒരു പുതിയ മുഖം സൃഷ്ടിച്ചുകൊണ്ട് അത് പല വിഷയങ്ങളും നാട്ടിൽ ലൈവായി ചർച്ച ചെയ്യപ്പെടുമ്പോഴും സംവരണ പ്രശ്നത്തിലടക്കം വളരെ ശരിയായ നിലപാട് ഉയർത്തി മറ്റേത് സംഘടനകളെയും അവരുടെ അഭിപ്രായങ്ങളെക്കാൾ നല്ല തീർച്ചമുറിച്ചുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളും പറഞ്ഞ് സംവരണ പ്രശ്നത്തിലടക്കം നല്ല അഭിപ്രായങ്ങൾ എതിരാളികൾ പോലും കാതോർക്കുന്നത് നമ്മൾ പ്രിയങ്കരനായ സോപ്രസാദ് സാറിൻ്റെ വാക്കുകളാണ്. PKS ആ ദളിത് വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിന്, ആ ജനവിഭാഗങ്ങളുടെ ആകത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഇതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഏറ്റവും ബഹുമാന്യായ K. സോമപ്രസാദ് XMPയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേറ്റം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നേരത്തെ പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഒരു സെമിനാർ നടത്തി. ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇതിനോടകം. അന്ന് വന്ന് ഒരുപക്ഷെ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ പഠനാർഹമായ രൂപത്തിലേക്ക് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്ന ആളും ഈ വിഷയത്തെ സംബന്ധിച്ച് നന്നായി ഗവേഷണം നടത്തുന്ന ആളുമാണ് പ്രിയപ്പെട്ട നമ്മളെ ബാബു K. പന്മന സാർ. വളരെ നേരത്തെ തന്നെ എത്തി. സാറിന് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, PKSൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേറ്റം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ഒരുപക്ഷെ PA എബ്രഹാം സാറിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. ജില്ലയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് ചടുലമായ നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ വലിയ മുന്നേറ്റം ഉറപ്പാക്കാൻ സെമിനാറാണെങ്കിലും പരിപാടികളാണെങ്കിലും കൊയ്ത്താണെങ്കിലും, ഇവിടെ നാളെ നമ്മളെ തൊഴിലാളി സഖാക്കൾ സമ്മേളനത്തിൽ നൽകുവാനുള്ള അരി ചെയ്തത് നമ്മൾ ഏരിയ കമ്മിറ്റി ഇരിക്കുന്ന സഖാക്കളാണ്. കുണ്ട്ര ഏരിയ കമ്മിറ്റി മാമ്പുഴ ഏലയിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. നാളെ രാവിലെ 8:30 പ്രിയപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ അത് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങേയറ്റം ആവേശകരമായ കൊയ്ത്തുത്സവം. തുടരെ പരിപാടികളാണ് നമുക്ക്. ജില്ലയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ വളരെ നന്നായി നയിക്കുന്ന കാര്യത്തിൽ PA എബ്രഹാമിൻ്റെ സാന്നിധ്യം അങ്ങേയറ്റം എടുത്തു പറയത്തക്ക തന്നെയാണ്. ഏറെ ബഹുമാനത്തോടെ ആദരവോടുകൂടി തന്നെ PA എബ്രഹാമിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സാന്നിധ്യം
നമ്മളെ പാർട്ടിയുടെയും ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ, വേദിയിൽ എസ് എൽ സജീവകുമാർ വന്നിട്ട് ബാലോത്സവം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് സമ്മേളനം ബന്ധപ്പെട്ടുണ്ട് എന്നറിയിച്ച് അദ്ദേഹം പോയിട്ടുണ്ട്. സ്വാഭാവികമായും മന്ത്രി കൂടി പങ്കെടുക്കുന്ന സംഘാടക സമിതി യോഗമാകുമ്പോൾ നമ്മൾ എക്സിബിഷൻ കമ്മിറ്റിയുടെ ചുമതലക്കാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം പോയേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് അനുവാദം ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. ആ സഖാവിന് അങ്ങേറ്റം ആദരവോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടി ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു, എനിക്ക് തോന്നുന്നത് സമ്മേളന സന്ദർഭത്തിൽ നമ്മൾ ഞാറ് നടുമ്പോൾ നമ്മൾ പ്രിയങ്കരനായ ബാലകോത്സവം പങ്കെടുത്തിട്ടാണ് ഞാറ് നടയിൽ ഉത്സവം നടത്തിയത്. ആ ചടങ്ങിന് അവിടെ ആദ്യാവസാനം സംഘാടക സമിതിയായി നിന്ന, അതിനുശേഷം പാർട്ടി പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് ഒരുപക്ഷേ കർഷകത്തൊഴിലാളികളുടെ മനസ്സിൽ ഒരാവേശം ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ സഖാവ് ഉടനെ എത്തിച്ചേരും എന്നറിയിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടില്ല. നമ്മളേറെ ബഹുമാനായ പാർട്ടി ഏരിയ സെക്രട്ടറിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അങ്ങേറ്റം സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സന്തോഷ് സ്ഥാനെക്കുറിച്ച് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 10-30 വർഷക്കാലമായി നിങ്ങളിൽ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, നമ്മളെ മുന്നണി പ്രവർത്തനത്തിനും പാർട്ടി സംഘടനാ രംഗത്തുമെല്ലാം സജീവമായി നിൽക്കുന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയും നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന പ്രിയപ്പെട്ട സി സന്തോഷിനെ അങ്ങേയറ്റം ആവേശത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. എം ഇ ആൽഫ്രഡ് കർഷക തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. നമ്മളെ ചലിപ്പിക്കുന്ന കാര്യത്തിൽ കമ്മിറ്റികളിലും നിർണായകമായി ഇടപെടുന്ന കാര്യത്തിലും ഒക്കെ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനവും ഇടപെടലും ചെറുതല്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അദ്ദേഹം വെള്ളിമൺ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. ഏറെ ബഹുമാനത്തോടു കൂടി എം ഇ ആൽഫ്രഡിനെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പ്രവർത്തനങ്ങളെല്ലാം സഹായിക്കുകയും പെരിനാട്ട പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ബഹുജന സംഘടനകൾക്ക് നൽകുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാറിനെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒരുപക്ഷെ നമ്മുടെ സമരനായികയുടെ സമരത്തിൻ്റെ അനന്തരാവകാശി എന്ന് പറയാം. 116 വർഷം എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ, യശോദാമ്മയുടെ അച്ഛൻ ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ആ ചരിത്രരേഖകൾ മറ്റ് പുസ്തകങ്ങളിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ ആവേശത്തെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് വന്ന സമയത്ത് കുണ്ട്രയിൽ പങ്കെടുക്കുകയുണ്ടായി. അന്നൊരു പക്ഷേ ആ കുണ്ട്രയിലെ സ്വീകരണ കേന്ദ്രത്തിൽ തിളങ്ങി നിന്നത്, കുണ്ട്രയിലെ സമരകേന്ദ്രത്തിൽ പാർട്ടി നടത്തിയ ആ കേന്ദ്രത്തിലേക്ക് വന്ന് അങ്ങേയറ്റം മുഷ്ടി ചുരുട്ടി നമുക്ക് അഭിമാനകരമായി പങ്കാളിത്തം ഉറപ്പാക്കിയ യശോദാമ്മയെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. വാർദ്ധക്യം ഒരു ഘടകം തന്നെയാണ്, കേൾവി ബാധിച്ചിട്ടുണ്ട്, കുറേ അധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ തന്നെയും മകൻ പ്രദീപിനോട് പറഞ്ഞപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും വരാം എന്ന് സമ്മതിച്ച്, ഒരുപക്ഷേ ഈ കണ്ണികളിൽ ജീവിച്ചിരിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ടത് അമ്മ പോലെയുള്ള ആളുകളാണ്. വന്നു ഈ ചടങ്ങ് ധന്യമാക്കി. അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അമ്മയ്ക്കും അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുകയാണ്. യൂണിയൻ്റെ ഏരിയ സെക്രട്ടറി ജഗന്നാഥ് സാവ് ഉണ്ട്. ഏരിയ പ്രസിഡന്റ് നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ഏരിയ പ്രസിഡൻ്റായി വർക്ക് ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവാണ്, വേദിയിലുണ്ട്. ആ സഹാവിനും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുകയാണ്. സംഘാടക സമിതി എടുത്ത് വളരെ നല്ല പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പെരിനാടിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വി മനോജ് ഇവിടെ വേദിയിലുണ്ട്, പുറത്തുണ്ട്. ഇതിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു ആ സഹാവിൻ്റെ ഇടപെടിയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് ചെയർമാനായി ചെറുമൂട് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ജി ശിവകുമാർ, ആ സഹാവും ഇവിടെ സന്നിഹിതനാണ്. വെള്ളിമൺ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി എക്സ് ജോൺസൺ, അദ്ദേഹവും ഇവിടെ വേദിയിലുണ്ട്. ഈ സഹാക്കളുടെ എല്ലാം കൂട്ടായ ഇടപെടലും പരിശ്രമവും പ്രവർത്തനവും വളരെ പരിമിതമായ ദിവസം കൊണ്ടാണ് കുറേ അധികം പ്രവർത്തനങ്ങൾക്കിടയിൽ സംഘടിപ്പിച്ചത്. കുറേ അധികം പരിപാടികൾ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജില്ലയിൽ തന്നെ, ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ സെമിനാറൊക്കെ എടുത്ത് നമ്മളെല്ലാം ഓരോ ദിവസവും നമുക്ക് പരിപാടികളാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ നമ്മൾ അടുത്ത കൊയ്ത്തുത്സവത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ
പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മളെ മിഷനറിയാകെ സംഘടനയാകെ ജലിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കുണ്ടറയിലെ പാർട്ടി ഏരിയ നേതൃത്വവും അതിൽ ബഹുജന പ്രസ്ഥാനം എന്ന രൂപത്തിൽ കർഷക തൊഴിലാളി യൂണിയൻ്റെ സാന്നിധ്യവും ബഹുജന സംഘടനകളുടെയും മറ്റ് സാന്നിധ്യം എല്ലാം ഏറെ വിലപ്പെട്ടതാണ്. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന നമ്മളെ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുണ്ട്. ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും മഹിളാ അസോസിയേഷൻ്റെ ഭാരവാഹികൾ, CDS ചെയർപേഴ്സൺ, ശോഭസഭ അടക്കമുള്ള ആളുകൾ, ധാരാളം നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും പേര് പറഞ്ഞ് ഒരുപക്ഷെ സമയം കൂടുതലെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും ഈ ചടങ്ങ് ധന്യമാക്കിയതിന് ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിടവാങ്ങുകയാണ്. അഭിവാദ്യങ്ങൾ. CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചേരുന്ന ചരിത്ര സെമിനാർ പെരിനാട് വിപ്ലവവും സാമൂഹ്യ മാറ്റവും ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് പട്ടികജാതി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട OR കേളുവാണ്. സഹാവിനെ അതിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ സെമിനാറിൽ അധ്യക്ഷത വഹിക്കുകയും മോഡറേറ്റർ കൂടിയായിട്ടുള്ള രവീന്ദ്രൻ സഖാവ്, അതേപോലെ തന്നെ സ്വാമിപ്രസാദ് സഖാവ്, ബാബു സഖാവ്, പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ദിവ്യ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വേദിയിലെ നേതാക്കളെ, പ്രിയമുള്ള സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. 6, 7, 8, 9 തീയതികളിലായി നിങ്ങളുടെ ഈ കൊല്ലത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. ആ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും വിവിധ സെമിനാറുകളും നടന്നു വരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് സമ്മേളന കാലത്തൊക്കെ തന്നെ ഇത്തരം ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ട് തന്നെയാണ് എക്കാലത്തും പാർട്ടി സമ്മേളനങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അത്തരം പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ചരിത്ര സമരമാണ് കല്ലമാല സമരം എന്ന് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പുതിയ തലമുറയാണ്. ആ സമരത്തിൽ പങ്കെടുത്തവരാരും ഇന്നുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ യശോദമ്മ മാത്രമാണ് അവൻ്റെ തലമുറയായിട്ട് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. ഇതിൻ്റെ ഒരു വലിയ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും കേരളത്തിലെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ സെമിനാറിൽ കൂടി നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പറഞ്ഞാൽ ഒരറ്റം തൊട്ട് പറയേണ്ടതായിട്ട് വരും. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്ന് കേരളം ചുറ്റി സഞ്ചരിച്ചപ്പോൾ അവസാനം അദ്ദേഹം കണ്ടെത്തി ഒരു കാര്യം പറഞ്ഞു. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി പൊതുസമൂഹത്തോട് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് തോന്നാനും കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചത്
യാഥാർത്ഥ്യങ്ങളെ കൊണ്ടു തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുകയും അതിനെ അടിസ്ഥാനമാക്കി ജീവിതത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന ഒരു കാലഘട്ടം, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ള ഒരു കാലഘട്ടം, ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം എല്ലാ സ്വാതന്ത്ര്യം ലഭ്യമാക്കുകയും മറ്റൊരു പ്രത്യേക വിഭാഗത്തിന് എല്ലാം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നാൾ വഴി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ജമ്മിത്തത്തിൻ്റെയും നാടുവാഴിത്തത്തിൻ്റെയും വലിയ ഒരു മുഹൂർത്തിൻ്റെ കാലഘട്ടത്തിൽ അധ്വാനവർഗം അല്ലെങ്കിൽ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശീയ ജനവിഭാഗമാണ് അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള പ്രയാസം അനുഭവപ്പെട്ടതൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തൊരു കാലഘട്ടം, പൊതുവഴിയിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി പറ്റാത്ത കാലഘട്ടം, സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിച്ച കാലം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു കേരളം. ഒരുപക്ഷേ മഹാനായിട്ടുള്ള വിവേകാനന്ദ സ്വാമി ഇതെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം കേരളം ഒരു ഭ്രാന്താലയമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ തന്നെ ഈ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളെ പേറി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനും സാധിക്കില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നത് ഒരു ആധുനിക കാലഘട്ടത്തിലാണ്. പുരോഗമനപരമായിട്ടുള്ള സാംസ്കാരികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള സംസ്ഥാനത്ത് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ അതിൻ്റെ പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എത്രത്തോളം ആൾക്കാർ ഇതിനെ മുഖവിലക്കെടുക്കും അല്ലെങ്കിൽ ഉൾക്കൊള്ളും, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളും ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതാണ് ഇടയ്ക്ക് പറഞ്ഞത്, നമ്മളെല്ലാം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ചൂഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്രത്തോളം അത് അവരുടെ മനസ്സിലേക്ക് കയറുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ചരിത്രം തന്നെയാണ്. നമുക്ക് ചരിത്രത്തെ ഇന്നത്തെ തലമുറയിലേക്കും നമുക്ക് പകർത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് കല്ലമാല സമരത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ജമ്മി, നാടുവാഴി അവർക്ക് എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടായത് അവരിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന അത്തരം അന്ധവിശ്വാസങ്ങൾ കാരണമാണ്
എന്നാണ് അന്നത്തെ നാടുവാഴികളും ജമ്മികളും ജമ്മി തമ്പുരാക്കന്മാരും ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഫലത്തിൽ അവരുടെ പത്തായം നിറഞ്ഞത് അവരുടെ വീട്ടിൽ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടായിട്ടുള്ളത് മറുവശം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. രാവിലെ കോഴി കൂഴുമ്പോൾ പാടത്തിറങ്ങാനും വൈകിട്ട് കാക്ക കരയുമ്പോൾ പണി കയറാനും കുനിഞ്ഞാൽ നിവരാതെ നിന്ന് ജോലി ചെയ്യുന്ന ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജമ്മിയുടെ ഇല്ലത്ത് ഇത്തരത്തിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും സാമ്പത്തിക ഐശ്വര്യങ്ങളും വന്നത്. അതാണല്ലോ ശരി. പക്ഷെ അവരങ്ങനെയല്ല ധരിച്ചത്. അതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അവർ അങ്ങനെയാണ്. അന്നത്തെ ജമ്മികളും നാടുവാഴികളും അവർ കൽപ്പിക്കും, അടിയാളർ കേൾക്കും. അവരുണ്ടാക്കുന്ന നിയമങ്ങൾ, അതാണ് നിയമം. ഇപ്പോൾ അവരുണ്ടാക്കിയ ഒരുപാട് നിയമങ്ങളുണ്ട്. അവരുണ്ടാക്കിയ ഒരു നിയമമാണ് മുട്ടിൻ്റെ താഴെ മുണ്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല ആരും. അത് അവരുണ്ടാക്കിയ ആ കാലഘട്ടത്തിലെ ഒരു നിയമമാണ്. ഒരു തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും നമ്മൾ അണിയാൻ വേണ്ടി പാടില്ല. അത് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ പ്രധാനപ്പെട്ട അവരുണ്ടാക്കിയ ഒരു നിയമമാണ് സ്ത്രീകൾ മാറു മറയ്ക്കാൻ വേണ്ടി പാടില്ല. അവർ കർശനമായിട്ട് നടപ്പാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. സ്ത്രീകൾ മാറു മറയ്ക്കാൻ വേണ്ടി പാടില്ല. ഈ അടിസ്ഥാന വർഗം ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി പാടില്ല. പൊതുവഴിയിൽ കൂടി സഞ്ചരിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി അലിഖിത നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ ജമ്മി തമ്പുരാക്കന്മാർ നടപ്പാക്കിയിരുന്നു. അതിൻ്റെ എല്ലാ പ്രയാസവും പേറിയത് ഈ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗമാണ്, തദ്ദേശ ജനവിഭാഗമാണ്. ഞാനെവിടെയോ വായിച്ചിട്ടുണ്ട്, കൊല്ലം പ്രദേശങ്ങളിലൊക്കെ തന്നെ ചായക്കടകളുണ്ട്. ആ ചായക്കടയിൽ എല്ലാവരും ചായ കുടിക്കാനായിട്ട് വരും രാവിലെ. സവർണജാതിക്കാർക്കൊക്കെ കടയിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് ബെഞ്ചിലിരുന്ന് ചായക്കടക്കാരൻ ഗ്ലാസ്സിൽ ചായ ഒഴിച്ചു കൊടുക്കും. പക്ഷേ അടിസ്ഥാന വർഗത്തിന് ആ കടയിൻ്റെ ഉള്ളിലേക്ക് കയറി ചായ കുടിക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. ആ കടയിൻ്റെ മുറ്റത്ത് തന്നെ ഒരു വലിയ ഒരു നാട്ട കുത്തി വെച്ച് കുറേ ചിരട്ട ഇങ്ങനെ കമത്തി വെക്കും, അല്ലെങ്കിൽ ഗ്ലാസ് കമത്തി വെക്കും. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അടിസ്ഥാന വർഗമാണെങ്കിൽ അവിടെ മുറ്റത്ത് വരിക, ഒരു ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ചിരട്ടി എടുക്കുക, മുറ്റത്ത് നിന്ന് ചായ പറയുക, അന്നേരം ചായ കടക്കാരൻ ചായ എടുക്കും, അത് തൊടാതെ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഒട്ടനവധി അലിഖിത നിയമങ്ങൾ നിന്നിരുന്നു. ജോലി ചെയ്താൽ കൃത്യമായിട്ട് കൂലി കൊടുക്കുകയോ കൂലി കൊടുക്കില്ല. കൂലി ചോദിക്കാൻ വേണ്ടി പാടുണ്ടോ? കൂലി ചോദിക്കാൻ വേണ്ടി പാടില്ല. മനുഷ്യരാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, മനുഷ്യരാണ് നമ്മളെല്ലാവരും, അല്ലെ വിവാഹിതരാവും. സ്വന്തം മക്കളുണ്ടായാൽ, കുഞ്ഞുങ്ങളുണ്ടായാൽ, അല്ലേ, നമ്മളൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി കുഞ്ഞിനൊരു പേരിടും, അച്ഛനും അമ്മയും കുഞ്ഞിന് പേരിടും. പക്ഷേ സ്വന്തം കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് പേരിടാൻ പോലും ആ അച്ഛനും അമ്മയ്ക്കും അവകാശമില്ല. അത് തമ്പുരാൻ്റെ കൽപ്പനയാണ്.
പേര് ഇല്ലത്ത് വന്ന് തമ്പുരാനോ തമ്പുരാട്ടിയോ ആരെങ്കിലും പേര് വിളിക്കും. അവർക്കാണ് പേരിടാൻ അവകാശം. അങ്ങനെ കുഞ്ഞുണ്ടായി, കുഞ്ഞിനെയും കൊണ്ട് തമ്പുരാൻ്റെ മുറ്റത്തേക്ക് കയറും. തമ്പുരാന് തനിക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞിനൊരു പേരിടണം എന്ന് വരുമ്പോൾ ജമ്മി ഉമ്മറത്തുനിന്ന് ഇറങ്ങി വരും. കുഞ്ഞിനെ വല്ല വിഷ്ണുവെന്നോ കൃഷ്ണനോണെന്നോ സരസ്വതി എന്നോ പേരിടുവോ? പേരിടില്ല. അവർ പേരിടും. എന്താ, വല്ല മാക്രിയോ പോക്രിയോ ചാത്തനോ കുട്ടിച്ചാത്തനോ കരിയനോ കാളിയോ കൂളിയോ, അങ്ങനെ ഒരു പേര് നമുക്ക് ചാർത്തിത്തരും. ഇങ്ങനെ നീളുന്നു അലിഖിത നിയമങ്ങൾ. ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും ഈ ഭാരം എത്ര കാലം പേറും? സാധിക്കില്ല. സ്വാഭാവികമായും മനുഷ്യ മനസ്സിൻ്റെ ചിന്താഗതികളിൽ കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്. അധ്വാനിക്കുന്ന ഈ തദ്ദേശീയ ജനവിഭാഗം നാട്ടിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി, പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ എങ്ങനെ? നമ്മളും മനുഷ്യരില്ലേ? ചിന്തിച്ചു. കൂട്ടം കൂടി ചർച്ചകൾ നടന്നു. ഇതിനെ പ്രതിരോധിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കൂടിച്ചേരലുകളും യോഗങ്ങളും ഒക്കെ നടന്നു. സമര പോരാട്ടങ്ങൾ നടന്നു. അത്തരത്തിൽ ഒരു സമര പോരാട്ടമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾ എങ്ങനെയാണ്, എത്ര കാലമാണല്ലേ, ഒരു സ്ത്രീ ആണെങ്കിൽ അല്ലേ അവരുടെ ഒരു ചേഷ്ടകൾ നമുക്കെല്ലാവർക്കും അറിയാം. എത്ര കാലമാണ് ഇങ്ങനെ മാറുമറിക്കാതെ നടക്കുക? മാറുമറിക്കാം. എന്തോ വല്ല കല്ല് കഴുത്തിൽ കെട്ടി തൂക്കിയോ, വല്ല കുപ്പി കഴുത്തിൽ കെട്ടി തൂക്കിയോ, ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടങ്ങളൊക്കെ കെട്ടി തൂക്കിയോ ഒക്കെ ഇങ്ങനെ നടക്കാം. എത്ര കാലം? അങ്ങനെയാണ് ഈ സാധുക്കളുടെ, ഈ പാവപ്പെട്ടവരുടെ ഒരു കോഴിച്ചേരിലെ ഒരു സംഘം, സാധു പരിപാലന സംഘം രൂപീകരിക്കാനൊക്കെ അടിസ്ഥാനമായി നിന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മളെ ഇനി മടിമകളാക്കിയാൽ നമുക്ക് നിന്നു കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അത്തരം യോഗങ്ങൾ നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ജമ്മി തമ്പുരാക്കന്മാർ അവരെയെല്ലാം കടന്നാക്രമിക്കുകയും മൃഗീയമായി മർദ്ദിക്കുകയും അവരുടെ കൊച്ചു കുടിലുകൾക്ക് തീയിട്ട് നശിപ്പിക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും വലിയ തരത്തിലുള്ള ഒരു ഭീകര നരനയാട്ട് തന്നെ ഈ ജമ്മി തമ്പുരാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. മാസങ്ങളോളം നീണ്ടു നിന്നതിനുള്ള സമര പോരാട്ടങ്ങളാണ് നടന്നിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ സമരം തളർന്നു പോകും എന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു അവസരത്തിലാണ് നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളി ആ വഴിക്ക് കടന്നു വരുന്നത്. ആ മഹാനായ അയ്യങ്കാളി ഈ പ്രദേശത്തേക്ക് കടന്നു വരികയും തദ്ദേശീയ ജനവിഭാഗത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പകർന്നു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വലിയ സമര പോരാട്ടങ്ങൾ നടന്നു. അദ്ദേഹം ആ യോഗത്തിൽ വെച്ച് ആ സമര പോരാട്ടത്തിൽ നിന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഇനി മാറും മറിച്ച് നടക്കണം. മാറുമറയ്ക്കാതെ ഇനി നടക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ അണിഞ്ഞിട്ടുള്ള കല്ലുമാലകളും
മറ്റ് ശേഷകളൊക്കെ വലിച്ചെറിയൂ എന്ന് അയ്യങ്കാളിയാണ് ആഹ്വാനം ചെയ്തത്. അങ്ങനെയാണ് അതെല്ലാം പൊട്ടി വലിച്ചെറിഞ്ഞ് ഒരു മനുഷ്യനെ പോലും മാറുമറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഞാൻ ഈ കൊല്ലത്തേക്ക് പെരിനാടേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. ഇതൊക്കെ ചരിത്രപരമായി മനസ്സിലാക്കിയെടുത്തുള്ള കാര്യങ്ങളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നടന്നിട്ടുള്ള വലിയ ഒരു സമര പോരാട്ടമാണ്, ചരിത്ര സമരമാണ് പെരിനാട് കല്ലമാല സമരം എന്ന് പറയുന്നത്. തദ്ദേശീയ ജനവിഭാഗത്തിന്, അടിസ്ഥാന വർഗത്തിന്, ആദിവാസി വിഭാഗത്തിന് എങ്ങനെയാണ് ഈ ചരിത്രത്തെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുക? ദൈവത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അന്നത്തെ ജമ്മി തമ്പുരാക്കന്മാരെ അടിച്ചേൽപ്പിച്ച് ഒരു വിഭാഗത്തെ അടിമകളാക്കി വെച്ചു. ഇന്നത്തെ ഒരു കാലഘട്ടം എങ്ങനെയുണ്ടായെന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാവർക്കും അവർ സഖാവ് സ്വാഗതം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നീട് 57 ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ലേ, മലയപ്പൊലിയൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ടതാണ്, പഠിച്ചതാണ്. ഇന്നത്തെ മക്കൾ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയപ്പൊലിയൻ മഴ പെയ്ത നാളൊരു അല്ലേ മുറ്റത്തൊരു വാഴ വെച്ച കഥ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. യാഥാർത്ഥ സംഭവങ്ങളാണ് അന്നത്തെ കവി കുമാരനാശാൻ എഴുതി, ചങ്ങമ്പുഴ എഴുതി. അപ്പോൾ അങ്ങനെ ഉള്ള പിന്നീട് 57 ഗവൺമെൻറ് വരികയും പിന്നീട് അങ്ങോട്ട് സാർവത്രിക വിദ്യാഭ്യാസം, ജമ്മിത്തം അവസാനിപ്പിച്ച്, നാടുവാഴിത്തം അവസാനിപ്പിച്ച് 63-64 കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണം നടപ്പാക്കി. പിന്നീട് വന്നിട്ടുള്ള 57 ശേഷം വന്നുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച, സാർവത്രിക വിദ്യാഭ്യാസവും ജമ്മിത്തം അവസാനിപ്പിക്കലും ഭൂപരിഷ്കരണ നിയമവും 90കളിലെ സാക്ഷരതയും 96ലെ ജനകീയാസൂത്രണവും അതിനുശേഷം ഇപ്പം നമ്മൾ കേരളം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവകേരള മിഷനും കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കി. ആ മാറ്റത്തിൻ്റെ വെളിച്ചമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നവകേരള മിഷൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ആ ഇടതുപക്ഷ ഗവൺമെൻറ് ഈ പറയുന്ന തലമുറ കടന്നു വന്ന ഈ തദ്ദേശീയ ജനവിഭാഗത്തെ, അടിസ്ഥാന വിഭാഗത്തെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഈ ഗവൺമെൻറ് ഇപ്പോഴും എടുക്കുന്നത്. കാണാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ഞാൻ വന്നപാടെ നമ്മൾ സംസാരിച്ചത്. നമ്മുടെ വിഭാഗത്തിൽ നിന്ന് 800 വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ വിട്ട് പഠിപ്പിക്കുക. ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു കാഴ്ചപ്പാടാണ്. 800 കുട്ടികളെ ഓസ്ട്രേലിയ, അമേരിക്ക, UK, ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് 800 കുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ 57 ഗവൺമെൻറ്റിൻ്റെ തുടർച്ചക്കാലത്ത് ഈ അടിസ്ഥാന വർഗത്തിനെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള ആ സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. പഴയകാലത്ത് നമ്മളൊക്കെ ഈ വയലേലകളിൽ പണിയെടുക്കുമ്പോൾ ഒരു വിമാനം ആകാശത്ത് കൂടി പോയാൽ അതിശയോക്തിയോട് കൂടിയിട്ട് നമ്മളിതിനെ നോക്കുകയും അല്ലേ, അകത്തുനിന്ന് ഓടി മുറ്റത്തിറങ്ങി ഈ വിമാനത്തെ അത്ഭുതകരമായി നോക്കിയ ഒരു കാലഘട്ടമാണ് അടിസ്ഥാന വർഗം എന്ന് പറയുന്നത്. ആ അടിസ്ഥാന വർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികളെ ഇന്ന് പൈലറ്റുമാരാക്കാനും ഹെയർ ഹോസ്റ്റുമാരാക്കാനും ഇന്ന് നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ണു തുറന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കണം, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുട്ടിക്ക് നമ്മൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കുകയും ആ കുട്ടിക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചത്. കണ്ണൂർ ജില്ലയിലെ ആലങ്കോട് എന്ന് പറയുന്ന ഗോപിക ഒരു കുട്ടി നേരത്തെ പഠിപ്പിച്ച് പാസ്സായി. ഇന്ന് നമ്മൾ കുട്ടികളെ IAS ചേർത്ത് പഠിപ്പിക്കുന്നു, MBBS ചേർത്ത് പഠിപ്പിക്കുന്നു, എൻജിനീയറിങ്ങിന് പഠിപ്പിക്കുന്നു, വക്കീൽമാരാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു, നേഴ്സുമാരാക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നു,
സമസ്ത മേഖലയിലും ഇന്ന് നമ്മുടെ തദ്ദേശ ജനവിഭാഗം കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ പ്രവർത്തനമാണ്, തുടർ കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിൻ്റെ നാൾ വഴിയാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ തദ്ദേശ ജനവിഭാഗത്തെ അല്ലേ തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് ഈ വിഭാഗത്തെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, അലിഖിത നിയമങ്ങൾ എങ്ങനെയാണ് അടിച്ചേൽപ്പിച്ചത്. അവരുടെ വിശ്വാസം, അവരുടെ ആത്മീയത, അവരുടെ കാഴ്ചപ്പാട്, അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായി അലിഖിത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചത്. ആ അലിഖിത നിയമങ്ങളെയൊക്കെ നമ്മൾ തട്ടിത്തെറിപ്പിച്ച് അല്ലേ മാലയെല്ലാം പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ടാണ് ഇന്നത്തെ പുരോഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. വലിയ പുരോഗതിയിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ന് കേരളത്തിൽ വീണ്ടും ഇത്തരം കാര്യങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ന് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ, സ്വത്വബോധത്തിൻ്റെ പേരിൽ ഒക്കെ ജനങ്ങളെ ഇന്ന് പരസ്പരം ഭിന്നിപ്പിക്കാനും നമ്മുടെ ഇടയിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരു ശ്രമം ജാതി മത വർഗീയ തീവ്രവാദികൾ കേരളത്തിൽ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് ലേറ്റസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഇടയ്ക്കൊക്കെ ഇന്ന് അതിരുകളിടാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, അന്ധവിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഇന്ന് അതിരിടുകയാണ്. എല്ലാവരെയും അവരുടേതായിട്ടുള്ള സ്വത്വബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഈ സ്വത്വബോധം? എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം, എൻ്റെ ആചാരം, എൻ്റെ അനുഷ്ഠാനാണ്. തിരിച്ച് ആ ഒരു പഴയ ഇതിലേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള വലിയ ഒരു വലിയ ശ്രമം. ആ ശ്രമമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ആ ആദ്യകാലഘട്ടത്തെ അത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അലിഖിത നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിനെ നമ്മൾ തട്ടിച്ചെറുപ്പിച്ചാണ് ഇന്നത്തെ പുരോഗതിയിൽ വന്നത്. ഇത് സഹിക്കാൻ പറ്റാത്ത സവർണ മേധാവികൾ വീണ്ടും ആ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഈ വർഗീയതയും ജാതീയതയും വിശ്വാസവും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇന്ന് വീണ്ടും കേരളത്തിൽ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് മനസ്സിലാക്കാത്തതാരാ? ഇത് മനസ്സിലാക്കാത്തത് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പുതിയ ജനറേഷനാണ്. അവരിത് മനസ്സിലാക്കണം. അവർ കുട്ടികൾ, വിദ്യാർത്ഥികൾ, ചരിത്രം പഠിക്കുന്നവർ കൃത്യമായി ഇതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. മനുഷ്യനായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ പാർട്ടി ഒരിക്കലും മതത്തിനെതിരല്ല, വിശ്വാസത്തിനെതിരല്ല. പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തി വേലിക്കെട്ടുകൾ തീർക്കുന്നതിന് നമ്മൾ പാർട്ടി എതിരാണ്. എല്ലാവർക്കും ഒരു വഴി കൂടി സഞ്ചരിക്കണം, എല്ലാവർക്കും ഒരു ബസ്സിൽ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കണം, എല്ലാവർക്കും ഒരു തീവണ്ടി കയറാൻ വേണ്ടി സാധിക്കണം, എല്ലാവർക്കും ഒരു കുടക്കീഴിൽ നിൽക്കാൻ വേണ്ടി സാധിക്കണം. അതാണ് നമ്മുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കേരളത്തെ വീണ്ടും പഴയ ഒരു പ്രാന്താലയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ അപകടകരമായിട്ടുള്ള ശ്രമം ഈ കേരളത്തിൽ നടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ പാർട്ടിയുടെ 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് എന്നുള്ള ഒരു ആത്മബോധം പ്രിയപ്പെട്ട സഖാക്കളെ നമുക്കുണ്ടാവണം. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയെ നോക്കിക്കാണാനും നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും സാധിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ
സ്റ്റേറ്റ് സമ്മേളനം 6, 7, 8, 9 തീയതികളിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് എല്ലാ തരത്തിലും പിന്തുണച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു സമ്മേളനമാക്കി മാറ്റാനും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാനും നമ്മുടെ പ്രസ്ഥാനം ചരിത്രപരമായി നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പ്രിയമുള്ള സഖാക്കളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. സകലെ ഒരു സന്തോഷകരമായ ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. നമ്മളിന്ന് നടത്തിയ സെമിനാറിൻ്റെ വിഷയം പെരിനാട് സമരമാണ്, കല്ലയും മാലയും. ഇതിൻ്റെ എഴുതപ്പെട്ട ഒരു ചരിത്രം നമ്മുടെ ലക്ഷ്മണൻ സാർ എഴുതിയ പുസ്തകമാണ് പെരിനാട് വിപ്ലവവും സാമൂഹ്യ മാറ്റവും. 2014 അതിൻ്റെ ആദ്യ പതിപ്പ് 2000 കോപ്പി ഇറങ്ങിയത്. പിന്നെ പല കാരണങ്ങളാൽ 10 വർഷത്തിനിടയിൽ രണ്ടാം പതിപ്പ് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇപ്പോഴതിൻ്റെ രണ്ടാം പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. ലക്ഷ്മണൻ സാറ് ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അന്തരിച്ചിട്ട് 5 വർഷമായി. നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള അനിൽ സഖാവിൻ്റെ അച്ഛനാണ് ലക്ഷ്മണ സഖാവ്. അത് പെരിനാടുകാർക്കെല്ലാം അറിയാം, മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾക്കറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അനിൽ സഖാവിൻ്റെ അച്ഛനാണ്. ഇപ്പോൾ ലക്ഷ്മണ സഖാവ് നീണ്ട പരിശ്രമത്തിനിടയിലാണ് കിട്ടാവുന്ന രേഖകളെല്ലാം കൂടെ സമാഹരിച്ചാണ് പെരിനാട് സമരത്തിൻ്റെ, കല്ലയും മാലയും സമരത്തിൻ്റെ ചരിത്രം പുസ്തക രൂപത്തിൽ ഭാവി തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയുന്ന നിലയിൽ ഇത് ആദ്യ പതിപ്പ് ഇറങ്ങിയത് 2000 കോപ്പിയാണ്. ഇപ്പോൾ രണ്ടാം പതിപ്പ് പ്രിയപ്പെട്ട മന്ത്രി സഖാവ് കേളു, നമ്മുടെ സെമിനാറിൻ്റെ മോഡറേറ്റർ രതീന്ദ്രൻ സഖാവിന് കൈമാറിക്കൊണ്ട് രണ്ടാം പതിപ്പ് ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ്. ഇതിൻ്റെ വിൽപ്പനാവകാശം ബാലസംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി അതുലിനാണ്. ഈ സമ്മേളന വേദിയിലുണ്ട്. അതുലിൻ്റെ കയ്യിൽ നിന്ന് എല്ലാവരും ഈ പുസ്തകം കൂടി വാങ്ങണം എന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ ചടങ്ങിന് രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ മന്ത്രി സഖാവ് OR കേളു, വേദിയിലെ സഖാവ് കെ സോമപ്രസാദ് XMP, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞ സമയം എടുക്കുന്നില്ല. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, പെരിനാട് വിപ്ലവവും സാമൂഹ്യ മാറ്റവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി ഒരു ചരിത്ര സെമിനാറാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുണ്ടറ ഏരിയയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ ഏടുകൾ അതുമാത്രമായി അടർത്തിയെടുത്ത് പ്രതിപാദിച്ചാൽ അതിന് വാലും തുമ്പും ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ പറയുന്നത്, പ്രത്യേകിച്ച് എൻ്റെ ഒരു സ്വഭാവം വാലും തുമ്പും ചേർത്ത് പറയണമെന്നാണ്. പെരിനാട് സമരം 1915 ഒക്ടോബർ 24 അരങ്ങേറുന്നത് മഹാനായ അയ്യങ്കാളിയുടെ എല്ലാം ആഹ്വാനമനുസരിച്ചിട്ടാണ്. പണ്ടുകാലങ്ങളിൽ നിലവിലിരുന്ന ജാതി ജന്മി നാടുവാഴി ഭരണം, ബഹുമാനപ്പെട്ട മന്ത്രി അത് നന്നായി പറഞ്ഞു. എന്തെല്ലാം വിലക്കുകളാണ് നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിച്ചിരുന്നത്. പട്ടിക്കും പൂച്ചയ്ക്കും പൊതുനിരത്തിലൂടെ നടക്കാം, മനുഷ്യന് നടന്നുകൂടാ.
ഈയിടെ ഒരു വിവാദം ഉണ്ടായല്ലോ, ചർച്ചയുണ്ടായല്ലോ. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശിവഗിരിയിൽ പോയപ്പോൾ നാരായണ ഗുരു ഉയർത്തിയത് സനാതന ധർമ്മമല്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അതിനെതിരെ ചില ആളുകൾ ചാടി വന്നു. എന്താണ് സനാതന ധർമ്മം? നാരായണ ഗുരുദേവൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? അതുപോലും ഓർക്കാതെയും പഠിക്കാതെയാണ് ചില സംഘികളെല്ലാം ചാടി രംഗത്ത് വന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥ അടിച്ചേൽപ്പിച്ച തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മുടെ സമൂഹത്തിൽ നിലനിന്നതില്ലേ? കുമാരനാശാൻ ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ സ്വന്തം ജാതി തന്നെ, വരൻ്റെ വീട്ടുകാർ വരില്ലെന്നാ പറയുന്നേ. എന്തുകൊണ്ട് വരില്ല എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആശാന്റെ കുടുംബം ജാതിയിൽ കുറഞ്ഞ കുടുംബം, അതുകൊണ്ട് വരനും പാർട്ടിയും വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. ഇറക്കി വിട്ടു. ഇറങ്ങി പോരാൻ നേരത്ത് ആശാൻ ആ വധുവിനെ വിളിച്ച് അനുഗ്രഹിച്ചു. അപ്പോഴും മനസ്സിൽ രൂപപ്പെട്ടതാ നരൻ അശുദ്ധ വസ്തുവാണ് പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നേല്ലേ? കുണ്ടറ ജംഗ്ഷനിൽ നിന്ന് ബ്രാഹ്മണ സമുദായത്തിൽപ്പെടുന്ന ഒരാൾ നടന്നു പോയാൽ അതിൻ്റെ എതിരെ വരുന്ന നായർമാരും പിള്ളമാരും 16 അടി മാറി നിൽക്കണം. അതാണ് സനാതന ധർമ്മം. ഇനിയും വേണോ അത്? ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ 32 അടി മാറി നിൽക്കണം. ഇതാരുണ്ടാക്കിയതെന്ന് ഇത്ര കൃത്യമായി അളന്നു കുറിച്ച് പറയനും പുലയനും 54 അടിയും 62 അടിയും മാറി നിൽക്കണം. ഇതാണ് സനാതന ധർമ്മം. ഇതിനെയും പാലിക്കണം. അതിനെയൊക്കെ കടപ്പുഴക്കി എറിഞ്ഞതല്ലേ കേരളം? അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ? അതുകൊണ്ടാണ് വർഷം 100-ലേറെയായെങ്കിലും പെരിനാട് സമരത്തിൻ്റെ എല്ലാം കാലികമായ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള സെമിനാറുകൾ നടത്തുന്നത്. വസ്ത്രം ധരിക്കാൻ അധികാരമില്ല. ഇവിടെ പറഞ്ഞില്ല, മുട്ടിന് താഴെ അരയ്ക്ക് മുകളിൽ വസ്ത്രമൊന്നും പാടില്ല. എന്തൊരു നാണംകെട്ട അവസ്ഥയാണ്. 1800-ൽ അതിൻ്റെ പഴയ കഥ ഞാൻ പറയുക. 1800-ൽ ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽപ്പെടുന്ന മൈലാടി എന്ന് പറയുന്ന പ്രദേശത്ത് LMS-കാരൻ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ഇന്നത്തെ CSI-കാരൻ ക്രിസ്തീയ മതപ്രചാരണത്തിന് വേണ്ടി വന്നു. ഞാൻ പാറശാലക്കാരനാണ്, എൻ്റെ അപ്പുറം നെയ്യാറ്റിൻകര. അവർ ക്രിസ്തീയ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. സായിപ്പന്മാരാ. അവരുടെ ട്രഷറിയില്ലേ സായിപ്പന്മാരുടെ വേഷം എന്ന് പറഞ്ഞാൽ പാൻസ്, കാലിലൂടെ. ഈ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള രാജ്യമാണ്. ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാൻസാണ് ഇടുന്നത്. കാലിലൂടെ തണുപ്പ് കയറും. അവിടെ സോക്സ് വിട്ട് ഷൂ ഇടും, ഫുൾ സ്ലീവ് ഷർട്ട്. ഇങ്ങനെ അരക്കൈയൊന്നുമില്ല. ഈ കോളറിലൂടെ തണുപ്പ് കയറും എന്നുള്ളത് കൊണ്ട് ഇതിനെ കൂട്ടിക്കെട്ടി ടൈയും കെട്ടും. അതാണ് സായിപ്പന്മാരുടെ വേഷം. അത് മാറ്റാൻ വേണ്ടിയാണ് ക്രിക്കറ്റ് എന്ന് പറയുന്ന കളി വന്നത്. നമ്മളത് ഓർക്കുന്നില്ലല്ലോ. 3 കമ്പ് കുത്തി നിർത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പന്തെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അറിയാം, തണുപ്പ് മാറുന്നത് വരെ അറിയാം. അതാണ് ക്രിക്കറ്റ്. തണുപ്പൻ രാജ്യങ്ങളിലെ പ്രഭുക്കന്മാരുടെ കളിയാണ് ക്രിക്കറ്റ്. അവരാണ് ഇവിടെ വരുന്നേ. 1800-ൽ മൈലാടിയിൽ വരുന്നേ. അവർ വന്നപ്പോൾ കണ്ട വേഷം എന്താ? അവിടെ ചാന്നാർമാരാ, നാടാർ സമുദായം. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നെയ്യാറ്റിൻകര താലൂക്കിലൊട്ടാകെ അതെയാണ്. അവരാണുള്ളത്. അവരെയാണ് സായിപ്പന്മാർ വന്ന് ബൈബിൾ പഠിപ്പിക്കാൻ വിളിച്ചിരുന്ന മുന്നേ ഇരിക്കുന്ന ആളിനും വസ്ത്രമില്ല. നാണക്കേട്, മ്ലേച്ഛം. സായിപ്പന്മാർ 29-30 വർഷം ബൈബിളല്ല പഠിപ്പിച്ചേ, വസ്ത്രം ധരിക്കുവാനുള്ള ആവശ്യകതയെ സംബന്ധിച്ച് പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് 1829 ആ തെക്കൻ തിരുവിതാംകൂറിന്റെ പാറശാലയ്ക്ക് അപ്പുറത്ത് ചാന്നാർ സമുദായത്തിലെ 2 സ്ത്രീകൾ മാറുമറയ്ക്കാൻ റൗക്കയിട്ട് പുറത്തിറങ്ങി. മുലക്കച്ച കെട്ടി പുറത്തിറങ്ങി. സവർണന്മാര് വിടുവോ? സവർണന്മാര് ഒതുങ്ങി നിന്ന് പതുങ്ങി നിന്ന് ആ മുലക്കച്ച കെട്ടിയിറങ്ങിയ റൗക്കയിട്ട് ധരിച്ച പെൺകുട്ടികളെ അവിടെ വെച്ച് നടു റോഡിൽ വെച്ച് വഴിയിൽ വെച്ച് ഉപദ്രവിക്കുന്നു, കച്ചവലിച്ചടിക്കുന്നു, അടിച്ചോടിക്കുന്നു. ചാന്നാർ കലാപത്തിന്റെ തുടക്കം. അത് വളർന്ന് സമയമില്ലല്ലോ. 1859 ആ സമരം വളർന്ന്
ഇന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ചാന്നാർ സമരമായി മാറി. ചരിത്രത്തിലുണ്ടത്. ആ ചാന്നാർ സമുദായത്തിലൂടെ ഉയർന്നു വന്ന കേരളത്തിലെ ആദ്യകാല നവോത്ഥാന നായകൻ, ആദ്യകാല നായകൻ എന്ന് പറഞ്ഞാൽ ഗുരുദേവനും അയ്യങ്കാളിക്കും ചട്ടമ്പി സ്വാമിക്കും മുമ്പ് ഉയർന്നു വന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എത്രയെത്ര നവോത്ഥാന നായകന്മാർ. പിന്നെയല്ലേ നമ്മുടെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ വരുന്നത്. കായികമായ കരുത്തുകൊണ്ട് മഹാനായ അയ്യങ്കാളിയെ പോലെ കായികമായ കരുത്തുകൊണ്ട് സവർണന്മാരെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനായിരുന്നു ആറാട്ടുപുഴ വേലായുധൻ. പന്തളം ചന്തയിൽ ഒരു പെൺകുട്ടി മൂക്കുത്തി ഇട്ടുകൊണ്ട് പോയി. സവർണന്മാർക്ക് പിടിച്ചില്ല. വാടി മൂക്കുത്തി ഊരി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്നുകൊടുക്കില്ലല്ലോ. അതുകൊണ്ട് മൂക്കുത്തി മൂക്കോടുകൂടി പറിച്ചെടുക്കുകയാണ്. ചോര ഒലിപ്പിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പെണ്ണോടി. ആറാട്ടുപുഴ വേലായുധൻ സമ്പന്നനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. എൻ്റെ ഭാഷ പറഞ്ഞ തച്ചോളി ഉദയനെ പോലെ, വടക്കൻ പാട്ടിലെ ആ ധീരനായ തച്ചോളി ഉദയനെ പോലെ കായികമായ കരുത്തും സൗന്ദര്യമുള്ള ഈഴവ സമുദായത്തിൽപ്പെടുന്ന ആളായിരുന്നു ആറാട്ടുപുഴ വേലായുധൻ. നല്ല സമ്പത്തുണ്ട്. ഇതറിഞ്ഞു. വീട്ടിൽ പോയി സ്വർണ്ണപ്പണിക്കാരെ 2-3 പേരെ, കുടുംബത്തിൽ സ്വർണ്ണപ്പണിക്കാരുണ്ടല്ലോ, അവരെല്ലാം വിളിച്ച് വീട്ടിലുണ്ടെന്ന പഴയ വെള്ളിയും സ്വർണവും ചെമ്പും എല്ലാം എടുത്ത് പോലെ മൂക്കുത്തി ഉണ്ടാക്കി പിറ്റേന്ന് ഒരു വട്ടി മൂക്കുത്തിയുമായി ആറാട്ടുപുഴ വേലായുധൻ പന്തളം ചന്തയിൽ പോയി അവിടെ കൂടിയ പെണ്ണുങ്ങൾക്ക് മുഴുവൻ മൂക്കുത്തി കൊടുക്കുകയാണ്. ആ മൂക്കുത്തിയും ധരിപ്പിച്ചുകൊണ്ട് സമരം നടത്തി. അതാണ് മൂക്കുത്തി സമരം. അതുപോലെ അച്ചിപ്പുടവ സമരം നടത്തി. അതിനും ശേഷമാണ്, ഈ രണ്ടാളുകൾക്കും ശേഷമാണ് നാരായണ ഗുരുദേവൻ വരുന്നത്, അയ്യങ്കാളി വരുന്നത്, ചട്ടസ്വാമി വരുന്നത്. ഇവരെല്ലാം സമകാലീനരാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല. 1903 ശ്രീനാരായണൻ എൻ്റെ നാട്ടിൽ അരിപ്പുറത്ത്, ഞാനവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പെരുമ്പഴുതൂര്. അന്ന് സോമപ്രസാദ് വിജയ തങ്കപ്പൻ്റെ PS ആണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അന്നോട്ട് ഒരു അടുപ്പമുള്ളത്. അപ്പോൾ അവിടെയാണ് 1903 കലിതുള്ളി ഡോക്ടർ പൽപ്പു വരുന്നത്. പേട്ടക്കാരനാണ്, തിരുവനന്തപുരം പേട്ടയിലുള്ള ആളാണ് ഡോക്ടർ പൽപ്പു. ഇവിടെ പഠിക്കാൻ പറ്റില്ല, അയാളുടെ ജ്യേഷ്ഠനും പഠിക്കാൻ പറ്റില്ല. പുറത്തുപോയി പഠിച്ചു. ഡോക്ടറിന് തുല്യമായ ഡിഗ്രി നേടി. എന്നിട്ട് ജോലി കൊടുക്കുന്നില്ല. ബാംഗ്ലൂർ പോയി ജോലി ഉണ്ടാക്കി തിരിച്ചു വരികയാണ്. എന്നിട്ട് ഇവിടെ തിരുവിതാംകൂർ അനങ്ങുന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചു, GP പിള്ളയെ ഉപയോഗിച്ച്. ബാരിസ്റ്റർ GP പിള്ള, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇങ്ങനെ തിരുവിതാംകൂർ എന്നൊരു രാജ്യമുണ്ടല്ലോ, അവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിൽക്കുകയല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന. നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല വിവരമുണ്ടോ? അപ്പോൾ അന്നത്തെ അവിടുത്തെ മന്ത്രിമാർ, അവിടെ ബ്രിട്ടനിലെ മന്ത്രിമാർ ഇതൊരു പൊട്ടല്ലേ, തിരുവിതാംകൂറിനെ പറ്റിയൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്ന് അന്വേഷിക്കാം. സാധാരണ പറയുന്നൊരു മറുപടി കേട്ട് കലിതുള്ളി വരികയാണ് ഇവിടെ അരിപ്പുറത്ത്. നിങ്ങളിവിടെ ശിവനെയും പ്രതിഷ്ഠിച്ച് പൂജയും നടത്തിയിരുന്നോ? കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തട്ടിക്കേറുകയാണ് തിരുവടികളോട്, നാരായണനോട്, നാരായണ ഗുരുവിനോട്. അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? ഒന്നും നടക്കുന്നില്ല, എന്ന് എന്നെ പഠിപ്പിച്ചില്ല, എനിക്ക് ജോലി തന്നില്ല, ഇപ്പൊ ഇതിനെപ്പറ്റി ഒരു വിവരമില്ല എന്ന് അവർ പറയുക. ഇങ്ങനെ പോയാലൊന്നും പറ്റില്ല. സംഘടന ഉണ്ടാകണം, അടിക്കേണ്ട അടുത്ത് അടി കൊടുക്കണം, ചാന്നാർ കലാപം പോലെ അടി നടത്തണം. അങ്ങനെയാണ് 1903 SNDP അരിപ്പുറത്ത് വെച്ച് നാരായണ ഗുരുദേവൻ പ്രസിഡന്റും ഡോക്ടർ പൽപ്പു ആക്ടിംഗ് പ്രസിഡന്റും കുമാരനാശാൻ ജനറൽ സെക്രട്ടറിയുമായി രൂപം കൊള്ളുന്നത്. അപ്പോഴൊക്കെ അയ്യങ്കാളി അവിടെ വിരാജിച്ച് നടക്കുക. ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം തിരുവനന്തപുരത്തും ഞങ്ങളുടെ പരിസരവുമാണ്. എന്തൊരു വിലക്കുകളായിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. കുട്ടികൾ കളിച്ചൊരു പന്ത് സവർണന്റെ വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് വീണാൽ പന്തെടുക്കാൻ പറ്റില്ല. പിള്ളേർക്കറിയോ ഇത് സവർണനും വന്ന്? അങ്ങനെ വിലക്ക് ലംഘിച്ചുകൊണ്ട് സവർണന്റെ വീട്ടിൽ കയറി കുട്ടികൾ പന്തെടുത്താൽ ആ കുട്ടികളെ പിടിച്ചുകൊണ്ട് വെച്ച് തെങ്ങിൽ കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കും. തമ്പ്രാൻ അവിടെ ഇരുന്ന് പറയും, 10 തമ്പ്ര പോരാ, 15 ആകട്ടെ, 25 ആകട്ടെ. അടി കിട്ടിയ അയ്യങ്കാളി അന്ന് തീരുമാനിച്ചു, ഇതിനൊരു അറുതി വരുത്തണം, ചമ്മട്ടി കൊണ്ടുള്ള അടി ഇത് അവസാനിപ്പിച്ചേ മതിയാവും.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെടുന്ന കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചല്ലോ സാധുജന പരിപാലന സംഘം 1907 രൂപീകരിക്കുന്നത്. അപ്പോൾ 1903 SNDP വരുന്നു, 1907 സാധുജന പരിപാലന സംഘം വരുന്നു, 1914 നായന്മാരുടെ NSS വരുന്നു, മന്നത്ത് പത്മനാഭൻ. ആദ്യമൊക്കെ അയാൾ കൊള്ളായിരുന്നു, 57 മുതലാണ് തലൂത്തനായത്, മനസ്സിലായില്ലേ? അപ്പോൾ സംഘടനകളൊക്കെ വരികയല്ലേ. അപ്പോൾ ആദ്യത്തെ SNDP ഈഴവൻ്റെ സംഘടനയല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പ്രദേശമാണ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സ്ഥലമാണ്. അവിടുത്തെ ആളുകളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട നായന്മാർ, പാവപ്പെട്ട പട്ടികജാതിക്കാർ, പാവപ്പെട്ട നാടാർ സമുദായം, അത് കഴിഞ്ഞാലേ ആര് വരൂ? പാവപ്പെട്ട ഈഴവ സമുദായ അംഗങ്ങൾ വരൂ. അവരാണ് ആ ഗുഹയിൽ വന്ന് തപസ്സിരുന്ന ആളുകളെ അവരുടെ അടുത്ത് പോയി നാരായണനോട് പറഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരാണ്, കടത്തുവള്ളിയിൽ കയറ്റുന്നില്ല, പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറ്റുന്നില്ല, ചായക്കടയിൽ നിന്ന് ചായ തരുന്നില്ല, ഞങ്ങൾ എന്തോ ചെയ്യും, ഒരു ദൈവം പോലുമില്ല. അപ്പോഴാണ് നാരായണൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതാ വരികയല്ലേ ശിവരാത്രി, നാളെ മറ്റന്നാളോ 1888 ആ ശിവരാത്രി അദ്ദേഹം പറഞ്ഞു കുളിച്ച് അർദ്ധരാത്രി കഴിയുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ആ ശിവരാത്രിയിൽ ആ പ്രദേശത്തിലെ എല്ലാ ജാതിക്കാരും പാവപ്പെട്ട മനുഷ്യൻ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തൊഴുകൈകളോടുകൂടി നിന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ 4 മണിക്ക്, ഇന്ന് പടിക്കെട്ടൊക്കെ ഉണ്ട്, പണ്ട് പടിയൊന്നുമില്ല, ചിതറിക്കിടക്കുന്ന പാറകൾ ചവിട്ടി ഒഴുക്കില്ലാത്തൊരു സ്ഥലത്തേക്ക് നാരായണൻ ഇറങ്ങി. ശങ്കരൻ ചുഴിയാണ്, എത്ര ആൾ മരിച്ചുപോയി, ചുഴിയെന്നും പറയാം കുഴിയെന്നും പറയാം. ഇളങ്ങിറങ്ങിയല്ലേ, കരയിലേക്ക് ആളുകൾ നോക്കിയപ്പോൾ 5-10 മിനിറ്റായി, നാരായണനെ കാണുന്നില്ല. കരയിൽ നിന്ന് ആളുകൾ പറഞ്ഞു, വരത്തന ഇത് ചുഴിയാണോ കുഴിയാണോ എന്നൊന്നും അറിയില്ല, വെള്ളം കുടിച്ച് ചത്തുപോയിരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉയർന്നു വരുന്നു ഒരു ശിലയും കൊണ്ട്, ഒരു പാറക്കഷ്ണം. മുറ്റത്ത് പടർന്നു കിടന്ന പാറയുടെ വിടവിൽ ആ ശില വയ്ക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഇത് നിങ്ങളുടെ ക്ഷേത്രമാണ്. പിറ്റേന്ന് അടിക്കാൻ വന്നില്ലേ സവർണന്മാരെല്ലാം കൂടെ, കുറുവടിയും എടുത്തുകൊണ്ട് നാരായണനെ തല്ലാൻ വന്നു. ശാന്തനായി വിനയാന്വിതനായി ശ്രീനാരായണൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ വരുന്നേ? ഞാൻ പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയല്ലേ, ഈഴവ ശിവനെയല്ലേ, അതിലൊക്കെ തർക്കമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറഞ്ഞത്. അന്ന് ഇതൊന്നും ആരും എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചില്ലേ. ആ കാലഘട്ടത്തിൽ പുറത്ത് അയ്യങ്കാളി എല്ലാത്തിനെയും വെല്ലുവിളിക്കണം. ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ. 1907 ആയപ്പോൾ അയ്യങ്കാളി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കഥ മാത്രമേ പറയുന്നുള്ളൂ. 1907 ആയപ്പോൾ അപ്പോഴാണ് സാധുജന പരിപാലന സംഘം വന്നേ. അയ്യങ്കാളി ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിക്കണം. 1907 അയ്യങ്കാളി അന്ന് തിരുവിതാംകൂറിന്റെ മഹാരാജാവ് എന്ന് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ്. ആ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ കാണാ പാടങ്ങളിലെല്ലാം മുട്ടപ്പുല്ല് കിളിർക്കും എന്നാണ് അയ്യങ്കാളി പ്രഖ്യാപിച്ചത്. എന്ന് പറഞ്ഞാൽ കള പിടിച്ച് കിടക്കും, ഞങ്ങൾ ജോലി ചെയ്യില്ല എന്നാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ഉത്തരവിറക്കി, അധികൃത വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാം. പക്ഷേ ഇന്നും കവടിയാർ കൊട്ടാരത്തിൽ പോയാൽ അവിടുത്തെ പണിക്കാരെന്ന് പറഞ്ഞാൽ നായന്മാരും പിള്ളമാരും അയ്യരും അയ്യങ്കാരുമാണ്. ജാതിയിൽ കുറഞ്ഞ ഒറ്റ മനുഷ്യൻ ഇന്ന് പോലും കവടിയാർ കൊട്ടാരത്തിൻ്റെ അകത്തില്ല. ഞാൻ ഇപ്പം അതിൻ്റെ അടുത്താണ് താമസം, 1.5 കിലോമീറ്റർ അമ്പലമുക്കെന്ന് പറയും. വേറെ ആരും ഇല്ലാന്ന്. ഇദ്ദേഹം ഇറക്കിയ ഉത്തരവ് ചുവപ്പ് നാടിയിൽ, അന്ന് ചുവപ്പ് നാടുണ്ട്, ചുവപ്പ് നാടിയിൽ കുരുങ്ങി കിടന്നു. ആരും അറിഞ്ഞില്ല. അധികൃത വിഭാഗത്തിലെ ഒരു കുട്ടിയും സ്കൂളിൽ പോയില്ല. പിന്നെയാണ് 1910 അയ്യങ്കാളി പറഞ്ഞു, ഇതിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കില്ലെങ്കിൽ മുട്ട പുല്ല് കിളിർക്കുമെന്നല്ലേ പറഞ്ഞേ. ആ തീരുമാനം നടപ്പാക്കിയാണ്. കർഷക തൊഴിലാളികൾ സമരരംഗത്തേക്ക് പോയി, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം. സമരം തുടങ്ങി. സവർണന്മാര് കരിങ്കാലി പണി ചെയ്തു. ആദ്യത്തെ 1-2 ദിവസമൊക്കെ നായന്മാരുടെയും പിള്ളമാരുടെയും വീടുകളിലെ പെണ്ണുങ്ങളെല്ലാം
ഇറങ്ങി ഞാറ് നടാനും കള പറിക്കാനും ഒക്കെ തയ്യാറായി. ഒരു ദിവസം കുനിഞ്ഞു നിന്നപ്പോൾ അവരുടെ കഥ കഴിഞ്ഞു. എങ്കിലും സമരം തീരുന്നില്ല. ദീർഘ വീക്ഷണത്തോടുകൂടി സമരം നീണ്ടുപോവുകയല്ലേ. തൊഴിലാളിക്ക് കൂലിയില്ല, അവൻ ജീവിതം പട്ടിണിയാണ്. അപ്പൊ എന്തോ ചെയ്യും? അയ്യങ്കാളി നേരെ വിഴിഞ്ഞത്തേക്ക് നടന്നു. വെങ്ങാനൂരിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് 2 കിലോമീറ്റർ ഇല്ല. വിഴിഞ്ഞത്തേക്ക് നടന്നു. അവിടുത്തെ മത്സ്യത്തൊഴിലാളി നേതാക്കന്മാരെ കണ്ടു. അവരോട് സംസാരിച്ചു. ഞങ്ങളിങ്ങനെ സമരമാണ്, ഞങ്ങൾക്ക് കൂലിയൊന്നും കിട്ടുന്നില്ല, ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവും. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ പട്ടിണിയില്ലാതെ ജീവിച്ചു പോകും. അതെന്താ കാര്യം? ഞങ്ങളിൽ ആരോഗ്യമുള്ള കുറച്ചു പേരെ നിങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകണം. അവർ സമ്മതിച്ചു. കർഷക തൊഴിലാളി വിഭാഗത്തിലെ അധകൃത വിഭാഗത്തിലെ പാവപ്പെട്ട കരുത്തുള്ള ചെറുപ്പക്കാരെ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൂലി കൊടുത്തു. അവർ ജീവിച്ചു പോന്നില്ലേ? നോക്കണം, എന്ത് ദീർഘവീക്ഷണം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഐക്യ ജനാധിപത്യ മുന്നണി ഒക്കെ നമ്മൾ പറയുന്നില്ലേ? അന്ന് നമ്മളിൽ മുന്നണിയില്ലേ? കർഷകരും കർഷക തൊഴിലാളിയും മുന്നണി, തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളി മുന്നണിയും. അതാണല്ലോ നമ്മൾ പറയുന്ന മുന്നണി. ആ മുന്നണിക്ക് എപ്പോ 1910 രൂപം കൊടുത്ത നേതാവാണ് മഹാനായ അയ്യങ്കാളി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടില്ലേ? എപ്പോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1920 ഒക്ടോബറിലാണ്. അപ്പൊ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിനും 10 വർഷത്തിന് മുമ്പ് തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും ഒരു മുന്നണിയാക്കി സമരരംഗത്ത് അണിനിരത്തിയ ഒരു വിപ്ലവകാരിയാണ് ആര്? മഹാനായ അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അമർഷമായിരുന്നു. എല്ലാത്തിനും വെല്ലുവിളിക്കണം. എന്തെല്ലാം വിലക്കുണ്ടോ ആ വിലക്കുകളെ മുഴുവൻ വെല്ലുവിളിക്കണം. അതായിരുന്നു അയ്യങ്കാളിയുടെ ലക്ഷ്യം. മുട്ടിന് താഴെ മുണ്ടുടുത്തൂടാ, അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിച്ചൂടാ, തലയിൽ കെട്ടിക്കൂടാ, പൊട്ടു കുത്തിക്കൂടാ, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചൂടാ. വിടാൻ പറ്റുമോ? അയ്യങ്കാളി പറഞ്ഞു, ഞാൻ ഇതിനെല്ലാം വെല്ലുവിളിക്കാൻ പോവുകയാണ്. തൊടുകൊട്ടി ചന്തയിൽ പോയി ഒരു കാളവണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് വില്ലുവണ്ടിയാക്കി നല്ല കൊടുത്ത 2 കാളയെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനെ നെറ്റിൽ പൊട്ടുകുത്തി കൊമ്പിൽ പെയിന്റ് അടിച്ച് വണ്ടിയെല്ലാം തയ്യാറാക്കിയിട്ട് സോമപ്രസാദ് നിരവധി പ്രാവശ്യമോടെ വന്നു വെങ്ങാനൂരിൽ നിന്ന് ചാവടി ജംഗ്ഷൻ വഴി ഇപ്പുറത്ത്, ഇന്നത് സിസിലിപുര, പണ്ട് തെമ്മാടിമുക്കെന്നാണ് വിളിക്കുന്നത്, തെമ്മാടിമുക്ക് വഴി ഉച്ചക്കട വഴി ബാലരാമപുരം വഴി ആറാലുമൂട് ചന്തയിൽ പോവുക എന്നതാണ് ആരുടെ ലക്ഷ്യം? അയ്യങ്കാളിയുടെ ലക്ഷ്യം. ചന്തയിലാണെന്ന് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നേ. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ചന്തയിലേക്ക് പോകാൻ വേണ്ടി ബാലരാമപുരം ജംഗ്ഷനിലേക്ക് അയ്യങ്കാളിയും സംഘം എത്തുമ്പോൾ ആ തെരുവ്, ശാലുഗോത്ര തെരുവ്, നെയ്ത്തുകാരുടെ സങ്കേതം, അവിടെ സവർണന്മാരും പിള്ളമാരും തമ്പടിച്ച് നിൽക്കുകയും കുറുവടി ഉപയോഗിച്ച് അയ്യങ്കാളിയെ നേരിടുകയും ചെയ്തു. അയ്യങ്കാളിയെ അടിക്കാൻ കണക്കാക്കി തന്നെ വന്നേ. നല്ല കരുത്തുറ്റ പിള്ളേര് അടിക്കാൻ വന്നവനെല്ലാം അയ്യങ്കാളിയുടെ സംഘം അടിച്ചോടിച്ചു, ലക്ഷ്യസ്ഥാനത്ത് പോയി. അങ്ങനെ സവർണന്മാരുടെ വിലക്കിനെ ആര് വെല്ലുവിളിക്കുകയാണ്? അയ്യങ്കാളി വെല്ലുവിളിക്കുകയാണ്. നാട് നിങ്ങളെ പൊരിഞ്ഞ തല്ലല്ലേ. ഇങ്ങനെ സ്കൂൾ പിന്നെയും അയ്യങ്കാളി നോക്കി, ഇനി എങ്ങനെയാ? 1907 വന്ന ഉത്തരവനുസരിച്ച് കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നില്ല. അപ്പോഴാണ് പഞ്ചമിയെ കിട്ടിയത്. പഞ്ചമിയും കൊണ്ട് ഊരിട്ടമ്പലം സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ പോയി അവിടുത്തെ അധികാരികളോട് പറഞ്ഞു, ഈ കുട്ടിയെ സ്കൂളിൽ ചേർക്കണം. പറ്റില്ല. അടിയായി. അടിച്ചോടിച്ചപ്പോ മര്യാദയ്ക്ക് ചേർത്തു. എന്നിട്ട് ഏറ്റവും പിറകെ കിടക്കുന്ന ഒറ്റ കാലുള്ള ബെഞ്ച് സീസ പോലെ കിടക്കുകയാണ്. പഞ്ചമിയോട് പറഞ്ഞു, എടി പെണ്ണെ അവിടെ ചെന്നിരുന്നോ. 4 മണി വരെ പഞ്ചമി ആരോടും മിണ്ടാതെ, മറ്റാരും ആ കുട്ടിയോട് മിണ്ടാതെ അവിടെ ഇരുന്ന് പഠിച്ചില്ലേ. 4 മണിക്ക് പഞ്ചമിയെ കൊണ്ടുപോയി. വീണ്ടും സവർണന്മാർ കൂടി. അവര് പറഞ്ഞു, പുലയിപ്പെണ്ണിന്റെ കൂടെ ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ നാളെ മുതൽ പഠിക്കുന്നില്ല. അപ്പൊ ചില ബുദ്ധിയുള്ള ആളുകൾ പറഞ്ഞു, രാവിലെ വന്ന് പറഞ്ഞു നോക്കിയല്ലോ, പെരുത്ത് കിട്ടിയില്ലേ, ഇനിയും വേണോ? അതൊന്നും നിങ്ങൾ അറിയണ്ട, നാളെ കാണാം. അന്ന് രാത്രിയാണ് ആ ഊരുട്ടമ്പലം സ്കൂളിന് തീയിട്ടത്. ഇന്ന് ആ സ്കൂളിനെ സംരക്ഷിച്ചു. അയ്യങ്കാളി സഞ്ചരിച്ച വില്ലുവണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യങ്കാളിയെയും പഞ്ചമിയെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. SFIയുടെ സ്റ്റേറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാനൊരു സെമിനാറിന് അവിടെ പോയിരുന്നു. എല്ലാം മനോഹരമായി സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നടപ്പാക്കിയത്
അയ്യങ്കാളിയുടെ സമരത്തിന്റെ ഭാഗമായി അധകൃത വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂളിൽ ചേർന്ന് പഠിക്കാം എന്ന തിട്ടൂരം ഉത്തരവ് പുല്ലാട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് നടപ്പാക്കാൻ തയ്യാറായി. തിരുവല്ലയ്ക്കടുത്താണ് പുല്ലാട്ട്. അവിടെ വലിയ സംഘർഷം നടക്കുകയില്ലേ? പൊരിഞ്ഞതെല്ലാം പാവപ്പെട്ടന്റെ വീടുകൾ തീയിടുകയാണ്. അങ്ങനെ തീവച്ച് പോവുകയില്ലേ? അതിൻ്റെ ഉയർന്ന രൂപമെന്ന നിലയ്ക്കാണ് 1915 ഒക്ടോബർ മാസം ഇവിടെ പെരിനാട് സമരം അരങ്ങേറുന്നത്. അടിയാളവർഗത്തിന്റെ ചിഹ്നമെന്ന് പറയാൻ കഴിയുന്ന എല്ലാം ഉപേക്ഷിക്കണം. മന്ത്രി നന്നായി പറഞ്ഞു. അത് കല്ലുമാല. എന്തിനാ ഇത്? ആ കല്ലുമാല ഉപേക്ഷിക്കണം. വസ്ത്രം ധരിക്കാൻ വേണ്ടിയുള്ള അവകാശം വേണം. ഈ പ്രദേശങ്ങളിലൊട്ടാകെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ പൊതുയോഗങ്ങൾ നടന്നു. ഇവിടെ ഗോപാലദാസൻ നല്ല കരുത്തനായ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും 5ാമത്തെ 6ാമത്തെ തലമുറയായി കാണും. ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടുപിടിക്കണം. നിരവധി പ്രദേശങ്ങളിൽ തഴവയിൽ, പ്രാക്കുളത്ത് പ്രധാനപ്പെട്ട സങ്കേതങ്ങളിലെല്ലാം പൊതുയോഗങ്ങൾ നടന്നു. ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി അദ്ദേഹം, ഈ ഗോപാലദാസൻ സവർണന്മാർക്കൊരു വെല്ലുവിളിയായി. അദ്ദേഹത്തെ കൊല്ലാൻ ഗൂണ്ടകളെ കണ്ടുപിടിച്ചു. 2000 രൂപ പാരിതോഷികം. അവസാനം ഒരു ഊച്ചാളിയെ കെട്ടി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് 50 പറ നിലം, 2 ഏക്കർ വസ്തു, പിന്നെ കൈ നിറയെ പണം. ആരെ കൊല്ലാൻ? ഗോപാലദാസനെ കൊല്ലാൻ വേണ്ടിയുള്ള തമ്പ്രാന്മാരുടെ തിട്ടൂരമാണ്. 50 സെന്റ്, 50 പറ നിലവും 2 ഏക്കർ വസ്തുവും കൈ നിറയെ പണവും. അതിന്റെ ഉയർന്ന രൂപം എന്ന നിലയ്ക്കാണ് ഇവിടെ സമ്മേളനം ചേരുന്നു. ആ സമ്മേളനത്തിൽ സ്വാഗത ഗാനം ആലപിച്ചത് വിശാഖൻ ദേവൻ. വിശാഖൻ ദേവൻ എന്ന് പറഞ്ഞാൽ ചെന്നിത്തല സമരത്തിനെല്ലാം നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായ ഒരു പടയാളിയാണ് വിശാഖൻ ദേവൻ. അദ്ദേഹമാണ് പ്രാർത്ഥനാ ഗാനം ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ഏർപ്പെടുത്തിയിരുന്ന വാടക കൊലയാളി ആ വിശാഖൻ ദേവന്റെ തലയ്ക്ക് അടിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് ഉയർന്ന് ചാടി, ആടി തൊടയിലായി. അദ്ദേഹം അവിടെ വീഴുന്നു. പൊരിഞ്ഞതല്ലായി. യശോദയമ്മയുടെയൊക്കെ മുതിർന്ന ആളുകൾ അരിവാളിടിപ്പിൽ തിരികൊണ്ടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കം. ഈ നാട് മുഴുവൻ ഒരു സമരഭൂമിയായി മാറിയില്ലേ? രാത്രിയായപ്പോ നമ്മുടെ കർഷക തൊഴിലാളികളുടെ വീടുകൾ മുഴുവൻ ഈ സവർണന്മാര് തീയിട്ടു. പകരം ഞങ്ങളും ചെയ്തു. ചെയ്യാതെ ഒന്നും ഇരുന്നില്ല. അതിൻ്റെ ഓർമ്മയില്ലേ ഇതൊക്കെ? ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമമല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നേ? ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ നമ്മൾ എന്തെല്ലാം അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയോ? അതിനെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ദീർഘമായൊരു പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല. തീർച്ചയായും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സെമിനാറുകൾ, മന്ത്രി എന്നെ ഒരു ശങ്ക പ്രകടിപ്പിച്ചില്ല, പുതിയ ആളുകൾക്ക് ഇത് വല്ലതും ഇതൊക്കെ പഠിച്ചേ മതിയാവൂ. പഴയകാല ചരിത്രം പഠിക്കാതെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ തീർച്ചയായും ഈ നവോത്ഥാന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അയ്യങ്കാളിയും അതുപോലെ എത്രയോ നേതാക്കന്മാർ, ഞാൻ തന്നെ 3 പുസ്തകം എഴുതി 20 ആളെ പറ്റി. ഇനിയും കുറെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നവോത്ഥാനം, പുതിയ വർത്തമാനം, നവോത്ഥാനം 20ാം നൂറ്റാണ്ട് ബാബുസാന്റെ കയ്യിൽ കാണും. അഗ്നി പടർത്തിയ നവോത്ഥാനം. 3 പുസ്തകം 5000-6000 കോപ്പികൾ വിറ്റഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയും ഒത്തിരി പേര് എഴുതാനുണ്ട്. ആ എഴുതേണ്ടുന്ന ആളുകളെല്ലാം അധകൃത വിഭാഗത്തിൽ ചവിട്ടി അരച്ച് വച്ചിരിക്കുന്ന നവോത്ഥാന നായകന്മാർ. ഒരുപാട് ഗവേഷണവും തപ്പിയാലും മാത്രമേ അവരുടെ ചരിത്രമെല്ലാം, എനിക്കാണെങ്കിൽ അതിനുള്ള സമയമില്ല, ബാബു കെ പന്മനെ പോലുള്ളവർക്ക് അതിനുള്ള സമയം കിട്ടും. അത്തരത്തിലുള്ള ആളുകൾ അവരെ അടക്കം തിരിഞ്ഞു പിടിച്ച് ഈ ചരിത്രം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സെമിനാറുകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത്തിരി സമയം ഏറിപ്പോയി എങ്കിലും ഞാൻ നെയ്യാറ്റിങ്കര വന്നതുകൊണ്ട് ഒരു 10-20 മിനിറ്റ് പ്രസംഗിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കിടന്നാൽ ഉറക്കവും വരില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഇത്രയും സമയമെടുത്ത് പ്രസംഗിച്ചതാണ്. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി PKS ജനറൽ സെക്രട്ടറി XMB സഹാവ് K സോമപ്രസാദിനെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ആരാധ്യനായ മന്ത്രി ശ്രീ OR കേളു അവർകൾ, ഈ വേദിയിലുള്ള ബഹുമാന്യരെ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി അനുബന്ധ പരിപാടികൾ ഇപ്പോൾ നമ്മുടെ ജില്ലയിലൊട്ടാകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അത് കായിക മേഖലയിലുണ്ട്, കലാരംഗത്തുണ്ട്, ആശയപ്രചരണത്തിൻ്റെ കാര്യത്തിലുണ്ട്, സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ്, പരിപാടികളാണ്. ഇവിടെ പെരുന്നാട് ലഹളയും അതിൻ്റെ ചരിത്രത്തിലെ പ്രാധാന്യവും വർത്തമാന കാലഘട്ടത്തിലെ പ്രാധാന്യവും എല്ലാം ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള വളരെ പഠനാർഹമായിട്ടുള്ള ഒരു സെമിനാറാണ്. അതിൽ ആ ചരിത്ര സംഭവത്തിലേക്ക് ആണ്ടിറങ്ങി ആ ചരിത്ര സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചുകൊണ്ടുള്ള വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു അവതരണമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ശ്രീ അയ്യൻകാളിയെ സംബന്ധിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതുകയും മറ്റ് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ശ്രീ ബാബു കെ പത്മന ഇതിന് ശേഷം ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിശദമായ ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. 2-3 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിക്കൊണ്ട് ശ്രീ അനിൽ പറഞ്ഞ് ഇതുവരെ ഇതിനൊരു സ്മാരകം ഉണ്ടായിട്ടില്ല നമ്മുടെ പെരുന്നാട് ലഹളയ്ക്ക്. ശരിയാണ്, പെരുന്നാട് ലഹളയ്ക്ക് മാത്രമല്ല, കേരളവും ഇന്ത്യയും കണ്ട നിരവധി ചരിത്രത്തിലെ വളരെ നിരവധി ഇതുപോലെയുള്ള അധസ്ഥിത വിഭാഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാരണമായിട്ടുള്ള സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഒക്കെ തന്നെ സ്മാരകങ്ങൾ നമ്മുടെ നാട്ടിലില്ല. കാരണം ഈ ചരിത്ര സത്യങ്ങളാകെ തന്നെ രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം, അതിന് പറ്റിയ ആൾക്കാർ ഈ അടിച്ചമർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ശ്രീ അയ്യൻകാളിയെ അറിയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയുന്നുണ്ട്. പക്ഷേ മഹാനായിട്ടുള്ള അയ്യൻകാളിയെ ആദ്യം അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടുകയും ചെയ്ത അന്നത്തെ ആ തലമുറ, അയ്യൻകാളിയുടെ ആ സമകാലിക തലമുറ, അദ്ദേഹത്തെ നേരിട്ടറിയാവുന്ന, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അറിയാവുന്ന ഒരു തലമുറയിലെ ഏതാനും ആയിരങ്ങൾ, അവർക്ക് ആ സംഭവത്തെ സംബന്ധിച്ചറിയാമായിരുന്നെങ്കിലും പിൽക്കാലത്ത് പിന്നീട് വന്ന തലമുറയ്ക്ക് അത്രയും ചരിത്ര സംഭവത്തെ സംബന്ധിച്ചുള്ള ധാരണകളുണ്ടായിരുന്നില്ല. മഹാനായ അയ്യങ്കാളിയെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കി അറിഞ്ഞു തുടങ്ങിയത് TSP ചിന്താരശ്ശേരി അയ്യങ്കാളിയുടെ ജീവചരിത്രം എഴുതിയതോടുകൂടിയാണ്. അയ്യങ്കാളിയുടെ ജീവചരിത്രം എഴുതുന്നതിന് മുമ്പ് അയ്യൻകാളിയുടെ പ്രതിമ നമ്മുടെ വെള്ളയമ്പലത്ത് സ്ഥാപിച്ചുകൊണ്ട് നടത്തിയ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഒരു സൊവനിർ അന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ സൊവനിറാണ് വാസ്തവത്തിൽ മഹാനായിട്ട് അയ്യൻകാളിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ഒരു ആധികാരിക ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. എന്നാൽ ഇന്നതല്ല സ്ഥിതി. ഇന്ന് എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സാഹചര്യം ഇതിൽ തന്നെ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ അടിച്ചമർത്തപ്പെട്ട സബാൾട്ടൻ ഹിസ്റ്ററി, ചരിത്ര പഠനം, അത് വളരെ വലിയൊരു
അത്യാവശ്യ ഘടകമായി കണ്ടെത്തിക്കൊണ്ട് ചരിത്രത്തിൽ കിട്ടാവുന്ന മുഴുവൻ രേഖകളും സമാഹരിച്ചുകൊണ്ട് വളരെ വലിയ പഠനം നടത്തി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പുതിയ പുസ്തകങ്ങൾ എഴുതി പുതിയ തലമുറയ്ക്ക് ആ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പണ്ട് നടന്ന സംഭവത്തെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് വരുന്ന തലമുറ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള തമസ്കരണം ഈ നാട്ടിൽ നടന്നിരുന്നു. ആ തമസ്കരണത്തെ കവച്ചു വെച്ചുകൊണ്ട് കിട്ടാവുന്ന ചരിത്രരേഖകളൊക്കെ തന്നെ പരിധി അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു വയ്ക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളെ പുതുതായിട്ട് ജനങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് ആശാവഹമായിട്ടുള്ള ശുഭതാർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. ആ രംഗത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ നിരവധി ആളുകളുണ്ട്. ചെറായി രാമദാസിനെ പോലുള്ള ആളുകൾ നമ്മുടെ ഈ പെരിനാട് ലഹളയെ സംബന്ധിച്ച് ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു 4 വർഷത്തിന് മുമ്പ് പെരിനാട് ലഹളയ്ക്ക് ശേഷം കൊല്ലത്ത് നടന്ന ലഹളയുമായി ബന്ധപ്പെട്ട് കൊല്ലം കോടതി നടന്ന കേസ്, ആ കേസിൻ്റെ വിശദാംശങ്ങൾ എവിടെ നിന്നാണ് കിട്ടാൻ കഴിയുക? കൊല്ലം കോടതിയിലെ പഴയ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആ കോടതിയിൽ നിന്ന് കിട്ടുന്ന രേഖകൾ, അതിനെല്ലാം ആധികാരികത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്തമായിട്ടുള്ള പരിശ്രമം ശ്രീ ചെറായി രാമദാസിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അതൊരു വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. ഈ ചരിത്ര സംഭവങ്ങളെ അതിനെ രേഖപ്പെടുത്തി വെച്ച് അടുത്ത തലമുറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇടപെടുന്നതിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഊരുട്ടമ്പലം സ്കൂളിൽ നിന്ന് പഞ്ചമി മെമ്മോറിയൽ ഗവൺമെൻറ് സ്കൂളെന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചമിയുടെ സ്മാരകമായിട്ട് ആ സ്കൂളിനെ മാറ്റിയത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. സാഹിബ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു വാചകം കൂടി പറഞ്ഞാൽ പൂർണ്ണമാകുമായിരുന്നു. അത് മനഃപൂർവ്വം വിട്ടതല്ല, ചരിത്രം അല്ല, എന്താ സമയ ചുരുക്കം മൂലം പലതും ചുരുക്കിയല്ലോ, ആ കൂട്ടത്തിൽ ചുരുക്കിയാണ്. പഞ്ചമി ഇരുന്ന ബെഞ്ച് കത്തിയതിൻ്റെ ബാക്കി ബാലൻസ് ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകമായിട്ട് ആ സ്കൂളിലുണ്ട്. ആരാണ് ആ സ്കൂളിന് പഞ്ചമി മെമ്മോറിയൽസ് പേരിട്ട്? പഞ്ചമി ഇരുന്ന ബെഞ്ച്, 3 കാലുള്ള ബെഞ്ച്, അതിൽ പകുതി തീ കത്തിപ്പോയി, ബാക്കിയുള്ളത് ഇപ്പോൾ അവിടെ ഒരു ചരിത്ര സ്മാരകമായിട്ട് സൂക്ഷിക്കുന്നത് ഇപ്പം സാർ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അറിയപ്പെട്ടിരുന്ന VJT ഹാൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ച സ്ഥാപനമാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രീമൂലം പ്രജാസഭയൊക്കെ ചേർന്നതിന് ശേഷം അവസാനത്തെ വെള്ളിയാഴ്ച മഹാനായിട്ടുള്ള അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ അധസ്ഥിത വിഭാഗങ്ങളുടെ സമ്മേളനം നടന്നത്. അങ്ങനെ വലിയൊരു ചരിത്ര പ്രാധാന്യം VJT ഹാളിനുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് VJT ഹാൾ ഇന്ന് VJT ഹാളല്ല, അയ്യൻകാളി ഹാളാണ്. അയ്യൻകാളിയുടെ സ്മാരകമായി അയ്യൻകാളിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി VJT ഹാളിൻ്റെ പേര് മാറ്റി അയ്യൻകാളി ഹാളെന്നാക്കിയത് സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ തരത്തിൽ ഇതിനെല്ലാം ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തി വരുന്ന ആളുകൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ സ്റ്റെപ്പ് അതിനെ അങ്ങനെ ചരിത്രവൽക്കരിച്ച് വരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവസരമുണ്ടായിക്കൊണ്ട് സ്മാരകങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ്റുകളാണ്. വിശിഷ്യ CPIM-ൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റുകളാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ അതിൻ്റെ ഒരു കഥാകഥനം മാത്രമല്ല ചരിത്ര സംഭവങ്ങളെ അതാത് കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന വസ്തുതകളുമായി അന്ന് നിലനിൽക്കുന്ന ആശയലോകത്തിൽ മേധാവിത്വം പുലർത്തുന്ന സംഭവങ്ങളുടെ
അല്ലെങ്കിൽ ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലും അത് അധ്വാനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അധ്വാന വിഭാഗവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലുള്ള പരിശോധന കൂടിയാകുമ്പോഴാണ്, വിലയിരുത്തൽ കൂടിയാകുമ്പോഴാണ് ചരിത്രം യഥാർത്ഥ ചരിത്ര പഠനമായി മാറുന്നത്. ജനാധിപത്യത്തെ സംബന്ധിച്ചും ആളുകളുടെ തുല്യതയെ സംബന്ധിച്ചും തുല്യാവകാശത്തെ സംബന്ധിച്ചും സമത്വത്തെ സംബന്ധിച്ചും സോഷ്യലിസ്റ്റ് ഐഡിയോളജിയൊക്കെ സംബന്ധിച്ചുമുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളൊരു ധാരണയുണ്ടല്ലോ, ഈ ധാരണ ഒരു 100 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മളിന്ന് ഈ സംസാരിക്കുന്ന ഈ അവസരത്തിൽ 906 അപ്പുറത്ത് നമ്മുടെ നാട്ടിന് കുറച്ച് ഇവിടുന്ന് കുറച്ച് അടുത്ത സ്ഥലമാണല്ലോ നമ്മുടെ ചവറ പന്മന. അവിടെ നമ്മുടെ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നേതൃത്വത്തിൽ 906 പനയനാർകാവ് ക്ഷേത്രത്തിലെ കുളത്തിലും ഇറക്കി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പുലിയ വിഭാഗത്തിൽപ്പെട്ട 6 പേരെ അവർക്കും ഈ പൊതുകുളങ്ങളിൽ ഇറങ്ങി കുളിക്കാൻ അവകാശമുണ്ട്, അയിത്തവും തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ അനാചാരങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുളത്തിലിറങ്ങി 6 പേരെ കുളിപ്പിച്ചത്. അങ്ങനെ കുളത്തിലിറങ്ങി കുളിച്ചത് ഒരു മഹാ അപരാധമായി പോയി എന്ന് അന്നത്തെ തലമുറ വിശ്വസിച്ചിരുന്നു. ഏത്? ഈ അസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ. നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ദൈവകോപം വിളിച്ചു വരുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥ വന്നത്? അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ മേധാവിത്വം പുലർത്തിയിരുന്ന ആശയപ്രപഞ്ചത്തിൽ അങ്ങനെ ചെയ്യുന്നത്, അമ്പലക്കുളത്തിലിറങ്ങി കുളിക്കുന്നത് അല്ലെങ്കിൽ പൊതുകുളത്തിലിറങ്ങി കുളിക്കുന്നത്, അധസ്ഥിതൻ കുളിക്കുന്നത്, പൊലേനും കുളിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, ദൈവകോപം പിടിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ് എന്ന ആശയത്തിനാണ് അന്ന് മുൻതൂക്കം ഉണ്ടായിരുന്നത്. തെറ്റാണെന്നുള്ള ആശയത്തിനാണ്. ആ ആശയത്തിനെതിരായിട്ട് പടപൊരുതി, അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന ആ തെറ്റായിട്ടുള്ള ആശയത്തിനെതിരെ പടപൊരുതി ജാതിയും മതവുമെല്ലാം മനുഷ്യനുണ്ടാക്കിയാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ഒരു പുതിയ ആശയം നമ്മുടെ ആശയലോകത്ത് മേധാവിത്വം പുലർത്തുകയും ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വസ്തുതകളെ പരിശോധിക്കുകയും ഇഴകീരി പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് പണ്ടുണ്ടായിരുന്ന നമ്മുടെ നേരെ നടന്നിട്ടുള്ള ഈ പീഡനങ്ങളും അതോടൊപ്പം തന്നെ അക്രമങ്ങളും പീഡനങ്ങളുമായിട്ട് നാം തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് ഈ ചരിത്രത്തിൽ വ്യാഖ്യാനത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തിൽ സബാൾട്ടൺ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തേണ്ട നമ്മുടെ തിരുവിതാംകൂറിൽ അധസ്ഥിത വിഭാഗം, അത് പുലയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുത്തതെങ്കിലും അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടതും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും അവരെന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ പീഡനങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് ഒരു വലിയ തോതിൽ അതിനവസരമുണ്ടാക്കിയതാണ് പെരിനാട് ലഹള. ലഹള എന്നുള്ള ഒരു പേര് വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ലഹള എന്നുള്ളതിന് അന്ന് സമരം എന്നുള്ള ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ശിപായി ലഹള എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നിപ്പോൾ ലഹള എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനല്ല. അത് ഓരോ കാലഘട്ടത്തിലും വാക്കുകളുടെ അർത്ഥം വ്യത്യാസമായിട്ട് വരും. നമുക്കത് അടിച്ചു പൊളിക്കാൻ അവിടെ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതിനെ ഏറ്റവും നന്നായിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടാവുന്നല്ലേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ. അതേസമയത്ത് നിങ്ങളൊരു 10 വർഷത്തിന് മുമ്പ് അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വാക്കുകൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥത്തിൽ വളരെ വലിയ വ്യത്യാസം വരും. അതുകൊണ്ട് ലഹള എന്ന് പറയുന്നത് ശിവായി ലഹള എന്നൊക്കെ പറയുന്ന പോലെ പെരിനാട് ലഹള എന്ന് പറഞ്ഞാൽ പെരിനാട് അന്ന് നടന്ന കലാപം, സമരം എന്നൊക്കെയുള്ള അർത്ഥം. ആ സമരം നമ്മുടെ ആധുനിക കേരളത്തെ പടുത്തുയർത്തുന്നതിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ച ഒന്നാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലാൽസലാം. ഇതിൻ്റെ മുഖ്യ ഇനം സഹാവ് ബാബു കെ പന്മനയുടെ പ്രഭാഷണമാണ്. പ്രമുഖനായ എഴുത്തുകാരൻ, പ്രഭാഷകൻ സഹാവ് ബാബു കെ പന്മന ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളായി
ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അയ്യങ്കാളിയുടെ ചരിത്രവും അയ്യങ്കാളി പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും. ഒരുപക്ഷെ ദേശീയ തലത്തിൽ നടന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഘടകങ്ങളായി പ്രവർത്തിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ ദേശീയ തലത്തിൽ നിന്ന് അതിനൊരു വ്യത്യാസം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, കാണാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ദേശീയ നവോത്ഥാന ചരിത്രത്തിന് അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്, പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് തൊട്ട് അതിന് നേതൃത്വം കൊടുത്ത ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയാലും ദയാനന്ദ സരസ്വതി ആയാലും ഇവരൊക്കെ ജനിച്ചു വളർന്ന അവരുടെ ജാതി അല്ലെങ്കിൽ സമുദായം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ സവർണ സമുദായം എന്നറിയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ സവർണ വിഭാഗത്തിൽപ്പെട്ട അവർക്ക് മാത്രമാണ് അക്കാലത്ത് വിദ്യ അഭ്യസിക്കുവാൻ, വിദ്യാഭ്യാസം നേടുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം സാമൂഹിക അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള, വിവേചനത്തിനെതിരായിട്ടുള്ള സമരങ്ങൾക്ക്, ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് മോഡറേറ്ററായിട്ടുള്ള, അതിൻ്റെ ആരംഭം കുറിച്ച ആ സ്ഥലത്ത് നിവാസിയായിട്ടുള്ള സഖാവ് രജീന്ദ്രൻ അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 1 ഡസനിലധികം നവോത്ഥാന ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളിലും ചർച്ചകളിലും ഞാനും ആ സഖാവും പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന് അതിൻ്റെ ജീവവായുവായി പ്രവർത്തിച്ചത്, അതിൻ്റെ അടിസ്ഥാനമായി പ്രവർത്തിച്ചത് കൃത്യമായി പറഞ്ഞാൽ അടിത്തട്ട് വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരായിരുന്നു. അത് വൈകുണ്ഠസ്വാമി ആയാലും ശ്രീനാരായണ ഗുരുവായാലും ചട്ടമ്പി സ്വാമി ആയാലും അയ്യങ്കാളി ആയിരുന്നാലും പൊയ്കയിലപ്പച്ചനായിരുന്നാലും സമൂഹത്തിലെ കീഴാള വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നവർ ആയിരുന്നു. ജാതിഘടനയനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഈ വിഭാഗത്തിന് പുറത്തുള്ളവരാണ് അവർണർ എന്ന് പറയുന്ന വർണ്ണബാഹ്യർ അല്ലെങ്കിൽ അയിത്തജാതിക്കാരെന്ന് പറയുന്നത്. പക്ഷേ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ബ്രാഹ്മണ മേധാവിത്വം വാസ്തവത്തിൽ കീഴാള വിഭാഗമായിട്ടാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത്, ആ കേരളത്തിൻ്റെ നവോത്ഥാനത്തെ ചലിപ്പിച്ച ചാലകശക്തി എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളായിരുന്നു. അങ്ങനെ ഉയർന്നു വന്ന അയ്യങ്കാളി പ്രസ്ഥാനം, ആ അയ്യങ്കാളി പ്രസ്ഥാനത്തിന് വലിയ വേരോട്ടമുണ്ടായ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സംഘടനയായിരുന്ന സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ അക്കാലത്ത് അടിസ്ഥാന ജനവിഭാഗം, പ്രത്യേകിച്ച് അവർണരായിട്ടുള്ള ആളുകൾ, കാർഷിക അടിമകൾ, അവർക്ക് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാനും ആത്മാഭിമാന ബോധത്തോടു കൂടി ജീവിക്കുവാനും കഴിഞ്ഞത്. ആ തുടർച്ച ഉറപ്പാക്കിയത് വാസ്തവത്തിൽ 1940കളിൽ കേരളത്തിൽ ഉയർന്നു വന്ന ഇടതുപക്ഷ പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനവും ആണ് എന്ന് രതീന്ദ്രൻ അതിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അയ്യങ്കാളി പ്രസ്ഥാനത്തിന് നല്ല വേരോട്ടമുണ്ടായിരുന്നു. അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അരങ്ങേറിയ ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ യോഗം ചേരുന്നത്. ഈ പെരിനാടെന്ന് പറഞ്ഞ സ്ഥലം, പെരിനാട് നടന്ന സംഭവം ഞാൻ അത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ പെരിനാട് യോഗം ചേരാൻ തീരുമാനിച്ചതും വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ യോഗം ചേരാൻ തീരുമാനിച്ചത് അയ്യങ്കാളി പ്രസ്ഥാനമായിട്ടുള്ള സാധുജന പരിപാലന സംഘത്തിൻ്റെ ആഹ്വാന പ്രകാരമാണ്.
അതിനെ തുടർന്നാണ് ഇവിടെ വിശദീകരിച്ച സംഘർഷങ്ങളും ആളുകളുടെ കൂട്ടപ്പാലായനവും അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളും സ്ത്രീകൾക്കു നേരെ നടന്ന കയ്യേറ്റങ്ങളും നിരവധി വീടുകൾ ആക്രമിക്കുന്നതും തീയിടുന്നതും പുരുഷന്മാർക്ക് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് കേസുകളും പോലീസ് നരനായാട്ടും, പോലീസ് മാത്രമല്ല അന്നത്തെ ജന്മിമാരും അവരെ ജന്മിമാരുടെ സഹായികളായി വർത്തിച്ചിരുന്ന ഭൃത്യജനങ്ങളും ചേർന്ന് എന്ന് പറഞ്ഞാൽ ഭരണകൂടവും ആ ഭരണകൂടത്തിനെ സഹായിക്കുന്ന, നേരത്തെ സഖാവ് ഇവിടെ സൂചിപ്പിച്ച ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയിലെ ജന്മിമാർക്ക് കുടപിടിക്കുന്ന ആളുകളും ചേർന്ന് നടത്തിയ വലിയ നരനായാട്ട് തന്നെയായിരുന്നു വാസ്തവത്തിൽ പെരിനാട് സമരത്തിൽ സംഭവിച്ചത്. ആ പെരിനാട് സംഭവത്തെ തുടർന്നാണ് കൊല്ലത്തെ സമാധാന സമ്മേളനം ചേരുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കല്ലമാല സമരം എന്ന് പരക്കെ പറയപ്പെടുന്ന, രേഖപ്പെടുത്തിയിട്ടുള്ള കല്ലയും മാലയും ഉപേക്ഷിക്കുന്ന ആ സമരവും അരങ്ങേറുന്നത്. നവോത്ഥാന ചരിത്രത്തിൽ ഈ സമരം കൊണ്ടുള്ള ഈ സമരത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ സമരം എങ്ങനെയാണ് നവോത്ഥാനത്തിൻ്റെ ഭാഗമായി തീരുന്നത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1829 ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമായിരുന്നു സതി അനുഷ്ഠാനം. ആ സതി നിരോധിക്കുകയുണ്ടായി. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള കിരാതമായ ആ നടപടി, ഇനി ഭാര്യ തയ്യാറായില്ലെങ്കിൽ ഭാര്യ ജീവനോടെ ആ ചിതയിൽ എടുത്തിട്ട് ആ കർമ്മം പൂർത്തിയാക്കുമായിരുന്നു. അത്രയ്ക്ക് മനുഷ്യത്വ വിരുദ്ധമായ ആ സതി നിരോധിച്ചപ്പോൾ, വില്യം ബെന്റിക് പ്രഭു സതി നിരോധിച്ചപ്പോൾ, ആ സതി നിരോധിച്ചതിനെതിരായിട്ട് രംഗത്ത് വന്നത് സ്ത്രീകളായിരുന്നു. 1.5 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ കൽക്കട്ടയിൽ, ബംഗാളിൽ ഈ സതി നിരോധിച്ചതിന് എതിരായി സമരം ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. സോമപ്രസാദ് സാഹു പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ വികാസം, അതിൻ്റെ ചലനം എന്ന് പറയുന്നത് മുന്നോട്ട് ആണെങ്കിൽ കൂടി ആ മുന്നോട്ട് പോക്കിനെ തടയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1822 മുതൽ നടന്ന സമരമാണ് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ അല്ലെങ്കിൽ നവോത്ഥാന കേരളത്തിലെ പൗരാവകാശങ്ങൾക്ക്, മനുഷ്യാവകാശങ്ങൾക്ക് അടിത്തറയിട്ട സമരമായി മാറിയ ചാന്നാർ ലഹള എന്ന് പൊതുവെ പറയുന്ന സമരം. അതിന് പല പേരുകളുണ്ട്. തോൾശീലൈ സമരം, മേൽമുണ്ട് സമരം, മുലമാറാപ്പ് സമരം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സമരങ്ങളുണ്ട്. ആ സമരങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മാനാഭിമാനത്തോടുകൂടി അഭിമാനം, മനുഷ്യരെന്ന നിലയിൽ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ വലിയ ചെറുത്തുനിൽപ്പായിരുന്നു ഈ സമരം. അങ്ങനെ നടന്ന ചില സമരങ്ങൾ, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന അച്ചിപ്പുടവ സമരം, മുക്കുത്തി സമരം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില സമരങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ പെരിനാട് കലാപത്തിനും കല്ലമാല ഉപേക്ഷിക്കുന്ന സമരത്തിനും മുമ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഈ പെരിനാട് സംഭവവും കല്ലുമാല സമരവും നടന്നിട്ടുള്ളത്. ഈ കല്ലമാല സമരവും പെരിനാട് സമരവും പിന്നീട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നവോത്ഥാന ചരിത്രത്തിലും കേരളത്തിൻ്റെ ചരിത്രത്തിലും എന്തു സംഭാവന നൽകി എന്നുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, അയ്യങ്കാളി സമരം ആരംഭിക്കുന്നത് 1893 നേരത്തെ രതീന്ദ്ര സഖാവ് പറഞ്ഞതുപോലെ വില്ലുവണ്ടി യാത്രയിലൂടെയാണ്. ആ വില്ലുവണ്ടി യാത്രയ്ക്ക് അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പുകളെക്കുറിച്ചും അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ വില്ലുവണ്ടി യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. കീഴാള ജനതയുടെ, അടിസ്ഥാന ജനതയുടെ അടിമ സമാനമായി ജീവിച്ചിരുന്ന കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കാർഷിക അടിമകളായിരുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. അതെന്തായിരുന്നു വെച്ചാൽ, പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പൊതു ഇടങ്ങളിൽ നിന്ന് ആട്ടി അകറ്റിയിരുന്ന
അടിസ്ഥാന ജനവിഭാഗത്തെ, അവർണ ജനവിഭാഗത്തെ, അടിച്ചമർത്തപ്പെട്ടിരുന്ന ജനവിഭാഗത്തിന് ഈ പൊതു ഇടം ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു സമരവും ഒരു മാർഗവും കൂടിയായിരുന്നു ആ വില്ലുവണ്ടി യാത്രയിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്. ആറാലുംമൂടി ചന്തയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സമരമാണ് ചന്ത സമരങ്ങൾ അല്ലെങ്കിൽ ചന്തലഹളകൾ എന്ന് തിരുവിതാംകൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമരങ്ങൾ. ആറാലുംമൂടി ചന്ത എന്ന് പറയുന്നത് ഇന്നും വളരെ വലിയ ഒരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ അയിത്തജാതിക്കാരുടെ, പട്ടികജാതിക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ കൊണ്ടുവന്നാൽ അവർക്ക് ആ ചന്തയിൽ പ്രവേശിച്ച് അത് കച്ചവടം ചെയ്യുന്നതിന് ജാതി വിലക്കുണ്ടായിരുന്നു. കാരണം അക്കാലത്ത് നമ്മുടെ സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന നിയമം എന്ന് പറയുന്നത് ജാതി നിയമങ്ങളായിരുന്നു, ജാതി വഴക്കങ്ങളായിരുന്നു. ആ ജാതി നിയമത്തിൻ്റെയും ജാതി വഴക്കത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു സാമൂഹിക ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ജന്മി നാടുവാഴി രാജാക്കന്മാർ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ത എന്ന് പറയുന്ന പൊതു ഇടങ്ങളിലേക്ക് പ്രവേശനം ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് നിഷിദ്ധമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ആ അവകാശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ചന്ത സമരങ്ങൾ നടത്തിയത്. വിദ്യാലയത്തിൽ പ്രവേശിക്കുന്നതിന് അയ്യങ്കാളി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാലയ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ, സമരങ്ങൾ അദ്ദേഹം ഇവിടെ വിവരിക്കുകയുണ്ടായി. പഞ്ചമിയെ കൈപിടിച്ചുകൊണ്ട് സ്കൂളിൽ പോയതും, സ്കൂൾ പ്രവേശനം ഗവൺമെൻറ് നൽകിയിട്ടും അത് നടത്താതിരുന്ന സവർണ വിഭാഗങ്ങൾക്കെതിരെ അദ്ദേഹം ഒരു വലിയ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പക്ഷേ നടത്തിയ കാർഷിക പണിമുടക്കം, അത് കാർഷിക മേഖലയിലെ ഏതെങ്കിലും ഒരു ആവശ്യമായി മുൻനിർത്തിയായിരുന്നില്ല. ഈ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ, അവർണ ജനതയുടെ മക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് അക്ഷരം അഭ്യസിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ് ഭരണകൂടം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമരം. അങ്ങനെ അയ്യങ്കാളി പ്രസ്ഥാനം കേരള ചരിത്രത്തിൽ, നവോത്ഥാന ചരിത്രത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി വന്നതിനെ തുടർന്ന് കേരളത്തിൽ പിന്നീട് വന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം. ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പൊതുവഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് വൈക്കത്തും ഗുരുവായൂരും നടന്ന സമരം, ആ സമരത്തിലെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പാലിയം സത്യാഗ്രഹം, കുട്ടൻകുളം സമരം, കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരം. ഇങ്ങനെ ഈ സമരങ്ങളെല്ലാം പിന്നീട് കേരളത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും ഇന്നത്തെ ആധുനിക കേരളമാക്കി മാറ്റുന്നതിനും നിർണായകമായ സംഭാവനകൾ വഹിച്ച സമരങ്ങളാണ്. ആ സമരങ്ങൾക്കൊക്കെ ഒരു അടിത്തറയായി പ്രവർത്തിച്ച പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് അയ്യങ്കാളി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയായിരുന്നു. അയ്യങ്കാളി പ്രസ്ഥാനം ആ മേഖലയിൽ മാത്രമല്ല പ്രവർത്തിച്ചത്. ഒരുപക്ഷെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ, നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഘടന പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒരു അവർണധാരയും ഒരു സവർണധാരയും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവർണധാര എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കീഴാള വിഭാഗം, അടിച്ചമർത്തപ്പെട്ടിരുന്ന അടിമ സമാനമായ ജീവിതം നയിച്ചിരുന്ന ആളുകൾ, അവർ മുന്നോട്ട് വെച്ച സമരം, അവരുയർത്തിയ സമരം, ആ സമരം എന്ന് പറയുന്നത് വിപ്ലവകരമായ സമരമായിരുന്നു. അതുകൊണ്ടാണ് അയ്യങ്കാളി ഒരടി അടിച്ചാൽ രണ്ടടി കൊടുക്കാൻ തീരുമാനിച്ചത്. വഴി നിഷേധിച്ചാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സ്കൂള് നിഷേധിച്ചാൽ ആ സ്കൂളിൽ പ്രവേശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ചന്തയിൽ പ്രവേശനം നിഷേധിച്ചാൽ ആ വിലക്കൊഴിവാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. അങ്ങനെ വളരെ ചടുലമായ സമൂഹത്തിൽ നിലനിന്നിരുന്ന എതിർപ്പുകൾക്കെതിരെ നേരിട്ട ഒരു ഏറ്റുമുട്ടലിലൂടെയാണ് അയ്യങ്കാളി പ്രസ്ഥാനം അല്ലെങ്കിൽ കീഴാള അല്ലെങ്കിൽ അവർണ ധാര എന്ന് പറയുന്ന ആ ധാര പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാം. അരുവിപ്പുറത്തുനിന്ന് കല്ലെടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം വിവരിച്ചു. അതുപോലെ തന്നെയായിരുന്നു ചട്ടമ്പിസ്വാമി.
ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും കേരളത്തിൻ്റെ നവോത്ഥാന ത്രിമൂർത്തികൾ എന്നാണ് അറിയപ്പെടുന്നത്. അവരെല്ലാം ഒരു പൊതു ഗുരുവിൻ്റെ ശിക്ഷണം ലഭിച്ചവരാണ്. നേരിട്ടല്ലെങ്കിലും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മീയ ആചാര്യൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ മയിലാടുംതുറയിലെ സ്വാമിത്തോപ്പിലെ വൈകുണ്ഠസ്വാമികളായിരുന്നു. അപ്പോൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമായി കണ്ണി ചേർക്കപ്പെട്ട ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം ഒരു പ്രവർത്തനം നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയും കേരള നവോത്ഥാനത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, അടിസ്ഥാന ജനവിഭാഗം മുന്നോട്ട് നയിച്ച ഈ വിപ്ലവകരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ സവർണധാരയെ, സവർണ വിഭാഗത്തിലുള്ളവരെ സ്വയം പരിഷ്കരണത്തിന് വിധേയരാകാൻ അവരെ പ്രേരിപ്പിച്ചത്. കാരണം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിക്കുന്നു. 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ, 1836 അതിനു മുമ്പ് സമത്വ സമാജം സ്ഥാപിക്കുന്നു. 1908 യോഗക്ഷേമ സഭ, നമ്പൂതിരി യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെടുന്നത്. 1913-14 കാലഘട്ടത്തിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗം എന്ന നിലയിൽ മനുഷ്യാവകാശങ്ങൾ പ്രാഥമിക അടിസ്ഥാന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് അയ്യങ്കാളി പ്രസ്ഥാനം പോലെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന നവോത്ഥാന നായകന്മാരായിരുന്നു. തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ട് തന്നെ അവർക്ക് മനുഷ്യരായി മാറണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് 1940 നടത്തിയ പ്രസംഗത്തിൽ EMS നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ യോഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരാകണം എന്നാണ് പറഞ്ഞത്. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന ഒരുപക്ഷെ അടിസ്ഥാന ജനവിഭാഗം അനുഭവിച്ചതിനേക്കാൾ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ദുരാചാരങ്ങൾ നമ്പൂതിരി വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം, ആ പോരാട്ടത്തിന് പോലും ഊർജം നൽകിയത് ഈ അടിസ്ഥാന ജനവിഭാഗം നടത്തിയിട്ടുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ പെരിനാട് സമരവും അതിനെ തുടർന്ന് നടന്ന കൊല്ലത്തെ കല്ലുമാല ഉപേക്ഷിക്കൽ സമരവും തീർച്ചയായിട്ടും അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഈ സമരങ്ങളൊക്കെ നടന്നിട്ടും 1931 ദേവകി നരിക്കാട്ടിരി അവരുടെ അനുഭവം പറയുന്നുണ്ട്. രാത്രിയുടെ 8-ാം യാമത്തിൽ അന്ന് 24 മണിക്കൂറിനെ പല യാമങ്ങളായി തിരിച്ചിട്ടുണ്ട്. രാത്രിയുടെ 8-ാം യാമം തുടങ്ങുമ്പോൾ മനയുടെ എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിട്ട് ഏതെങ്കിലും ഒരു മുറിയിൽ ആ മനയിലെ സ്ത്രീകൾ, നമ്പൂതിരി സ്ത്രീകളെല്ലാം ഒത്തുകൂടും. അവർക്ക് ആദ്യമായി ലഭിച്ച ഒരു റൗക്ക, ഒരു ബ്ലൗസ് രഹസ്യമായി ഇട്ട്, ഒരാളിട്ട് ഊരി മറ്റൊരാളിട്ട് ഊരി അടുത്ത ആൾക്ക് കൊടുത്ത് ഊരി, നേരം വെളുക്കുവോളം ഞങ്ങൾ ഈ റൗക്ക ഇങ്ങനെ ഊരിയും ഇട്ടും ഞങ്ങൾ ആസ്വദിച്ചിരുന്നു. 1931 കഥയാണ് പറയുന്നത്. 1860-കളിൽ റൗക്ക ധരിക്കാൻ അവസരം ലഭിച്ചിട്ടും മേൽജാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് റൗക്ക അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാൻ അവസരമില്ലായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവരുടെ സ്വകാര്യ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. CV കുഞ്ഞിരാമന്റെ പെങ്ങൾ CV കുഞ്ഞിരാമൻ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ സഹോദരി തിരുവനന്തപുരത്ത് നിന്ന് CV കുഞ്ഞിരാമന്റെ ഭാര്യയെ കാണാൻ മയ്യനാട്ടെത്തുമ്പോൾ ഒരു ബ്ലൗസ് കൊണ്ടുകൊടുത്തു. പക്ഷേ ഈ ബ്ലൗസ് ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ബ്ലൗസ് കാണുന്നത് തന്നെ
CV കുഞ്ഞിരാമൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ഭർത്താവ് വന്നതിന് ശേഷം വളരെ സ്വകാര്യമായി ഭർത്താവിന് കാണുന്നതിന് വേണ്ടി മാത്രം ഈ റൗക്ക ധരിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരം എന്ന് പറയുന്നത് ചിലപ്പോൾ പരാജയപ്പെടാം, ചിലപ്പോൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനെതിരായിട്ടുള്ള വലിയ സമരവും നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരാം. ഒരുപക്ഷെ അങ്ങനെ ഒരു സമരം നമ്മൾ ഈ അടുത്ത കാലത്ത് കേരളം തന്നെ ദർശിച്ചതാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട സമരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ആ സുപ്രീം കോടതി വിധിയെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ തടിച്ചുകൂടിയത്. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് പിറ്റേ ദിവസം തന്നെ എല്ലാ സ്ത്രീകളെയും ശബരിമല കയറ്റാനൊന്നും ഒരു തീരുമാനവും എടുത്തില്ല. ആ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ജൈവശാസ്ത്രപരമായ ഒരു സ്ത്രീയുടെ ജീവിതകാലത്തിനിടയ്ക്കുണ്ടാകുന്ന തികച്ചും ജൈവശാസ്ത്രപരമായ ശരീരശാസ്ത്രപരമായിട്ടുള്ള അവരുടെ ആർത്തവം എന്ന് പറയുന്നത് ഒരു അശുദ്ധിയല്ല. ആ അശുദ്ധിയുടെ പേര് പറഞ്ഞ് ആർക്കെങ്കിലും ക്ഷേത്രപ്രവേശനം നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന തുല്യ അവകാശം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആരെയും തടയാൻ പാടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ എന്ത് ധരിക്കണം, എന്ത് രുചിക്കണം, എന്ത് നമ്മൾ കഴിക്കണം എന്ന് ഒരു ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള വൈതാളിക സംഘം ഇന്ത്യയിലെ ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമുദായങ്ങളോട് നിഷ്കർഷിക്കുമ്പോൾ, അവരെ നിർബന്ധിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കല്ലമാല സമരത്തിൻ്റെയും പെരിനാട് സമരത്തിൻ്റെയും ആശയത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.